നമസ്കാരം. നമുക്കിപ്പോൾ ഇന്ന് ചേരുന്നത് ജലവകുപ്പ് മുൻ ഡയറക്ടറും അതുപോലെ പരിസ്ഥിതി ഗവേഷകനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ്. സാർ നമസ്കാരം, വെൽക്കം ടു ദി ഷോ. സാർ, ഞാനേ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ എന്താണെന്ന് സാറിന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രളയം, വെള്ളപ്പൊക്കം, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് 2016 മുതൽ 2026 വരെയുള്ള ഈ 10 വർഷം, ഒരു ദശകം, നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ സമാധാനം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. പ്രളയം വന്നു, ഓഖി വന്നു, അതുപോലെ മഹാമാരികൾ വന്നു, വെള്ളപ്പൊക്കങ്ങൾ വന്നു. നമ്മൾ കേരളം കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ 10 വർഷം കേരളത്തിലുണ്ടായി. ശരിക്കും എന്തുകൊണ്ടാണ്, എവിടെയാണ് മലയാളിയുടെ സമാധാനം നഷ്ടപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം? 2016 വലിയ വരൾച്ച വന്നു. അതിന് 142 വർഷം പിറകിലോട്ടെടുത്താൽ ആ 142 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വരൾച്ചയാണ് 2016 നമുക്ക് വന്നത്. 17 ഓഖി വന്നു, ഒരുപാട് പേര് മരിച്ചു, വലിയ പ്രശ്നം വന്നു. എന്നാൽ 16 മുമ്പ് നമ്മളെ കരയിച്ചത് 2004 ഡിസംബർ സുനാമിയാണ്. 2004 ശേഷം വലിയ പ്രശ്നങ്ങൾ വരാതെ നമ്മൾ 10 വർഷം കടന്നു, 10-15 വർഷം കടന്നുപോയി. 16 വരൾച്ച വന്നു, വലിയ പ്രതിസന്ധിയായിരുന്നു ഇവിടെ. അന്ന് പിണറായി ഗവൺമെൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് സൂര്യാഘാതവും സൂര്യതാപവും പിന്നെ വലിയ പ്രശ്നം വന്നതാണ്. അത് കഴിഞ്ഞിട്ട് 17 ഓഖി വന്നു. 18 നമ്മൾ ചരിത്രത്തിലില്ലാത്ത പ്രളയം വന്നു, മഹാപ്രളയം. 19 ഉരുൾപൊട്ടൽ വന്നു. പിന്നെ ആ സമയത്തിന് കോവിഡ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഉരുൾപൊട്ടൽ, കവളപ്പാറ, പുത്തുമല, പൊട്ടുമുടി എന്നൊക്കെ പറഞ്ഞ് ഇടുക്കി, വയനാടൊക്കെ വളരെ പ്രശ്നമായി. 24 വീണ്ടും വളരെ വലിയ ഉരുൾപൊട്ടൽ ചൂരൽമലയിലും മുണ്ടകയിലുണ്ടായി. 26 കള്ളാടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇപ്പോൾ 26 ജൂലൈ അവസാനം ആഗസ്റ്റ് ആദ്യം റാന്നിയും ഈ 10 പേര് മരിക്കുന്ന പ്രശ്നങ്ങളുണ്ടായി. 2 വിഷയങ്ങളാണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഗ്ലോബിനെ ആകെ എടുത്താൽ, ഭൂമി ആകെ എടുത്താൽ ചൂട് കൂടുന്നതാണ് ഒരു പ്രധാന പ്രശ്നം. സൂര്യൻ്റെ ചൂട് കൂടുന്നുണ്ട്. അത് 11 വർഷത്തിലൊരിക്കൽ അതിന് സോളാർ സൈക്കിളിൽ വ്യത്യാസം വരും. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് വലിയ റോളില്ല അതിനകത്ത്. ഭൂമി 23 ഡിഗ്രി ചരിഞ്ഞാണ് കറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ചില കറക്കത്തിലുണ്ടാകുന്ന വ്യത്യാസവും ഭൂമിയെ സ്വാധീനിക്കും. അത് 2 കാര്യം. എന്നാൽ ഇങ്ങനെ സൂര്യൻ്റെയും ഭൂമിയുടെയും കറക്കവും സ്വാധീനവും ഒക്കെ വരുമ്പോൾ പസഫിക് ഓഷനിൽ, അതായത് പെറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തീരത്തുള്ള പസഫിക് ഓഷനിൽ മധ്യ കിഴക്കൻ പ്രദേശങ്ങളിൽ നന്നായി ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൻ്റെ പുറത്തിരുന്ന് വെള്ളം ചൂടാകുന്ന പോലെ ചൂടായി കഴിയുമ്പോൾ ഈ കാറ്റ് സഞ്ചരിക്കും. പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് വരൾച്ച വരും. കാരണം ഇത് കറക്കി പടിഞ്ഞാറ് പോയാൽ കറങ്ങി വരുമ്പോൾ ആഫ്രിക്കയിലായിരിക്കും കൊണ്ടടിക്കുന്നത് അതിൻ്റെ ചൂടുള്ള കാറ്റ്. അപ്പോൾ അവിടെയായിരിക്കും മഴ, നമുക്ക് മഴ കുറയും. എന്നാൽ വേറെ വിഷയമുണ്ട്. ഇവിടെ ഈ പസഫിക് ഓഷനിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിന് എൽനിനോ എന്ന് പറയും. അന്ന് സഞ്ചാരികളാണിത് കണ്ടുപിടിച്ചത്. അവർ വാണിജ്യ കാര്യങ്ങൾക്ക് പോയപ്പോഴാണ് ഈ കാറ്റിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് വാണിജ്യക്കാറ്റുകൾ എന്നാണ് ഭൂമിശാസ്ത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ട്രേഡ് വിൻസ്, അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. ട്രേഡ് വിൻസിൻ്റെ സഞ്ചാരത്തിന് അവർ പുതിയതായിട്ടൊരു വലിയ ബഹളം കണ്ടപ്പോൾ അതിന് ഒരു പേരിട്ടു. പിന്നെ ഉണ്ണിയേശു പിറന്നു എന്നൊക്കെ പറഞ്ഞൊരു, അതാണ് എൽനിനോ എന്നൊക്കെ പറഞ്ഞത്. അത് അങ്ങനെ വഴിക്ക് പോയി. ഈ എൽനിനോ ഉണ്ടാകുന്ന വർഷങ്ങളിൽ സ്മാളുണ്ട്, മീഡിയം ഉണ്ട്, സൂപ്പറുണ്ട്. ഇങ്ങനെ എൽനിനോ തന്നെ പല ഘട്ടങ്ങളിലുണ്ട്. എല്ലാ വർഷവും എൽനിനോ ഉണ്ടാക്കാൻ, കടൽ ചൂടാവുക എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള പ്രോസസ്സാണ്. പക്ഷേ ചില വർഷങ്ങളിൽ അതികഠിനമായി ചൂടാവും. എന്നാൽ ഈ ചൂടായി സഞ്ചരിച്ച്, ഞാനീ പറയുന്ന കടലിലെ വായു സഞ്ചരിച്ച് കറങ്ങി ആഫ്രിക്കൻ തീരവും ഏഷ്യൻ തീരവും ഒക്കെ കറങ്ങി വരണ കൂട്ടത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ IOD എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും 2 സൈഡ്. ആ 2 സൈഡും ചിലപ്പോൾ പടിഞ്ഞാറ് വശം ചൂടാവും, ചിലപ്പോൾ കിഴക്ക് വശം ചൂടാവും, ചിലപ്പോൾ 2 വശം ഒരുപോലെ നിൽക്കും, ന്യൂട്രലായിട്ട് നിൽക്കില്ല. ന്യൂട്രൽ പടിഞ്ഞാറ് വലുതാവുകയാണെങ്കിൽ പിന്നെ എന്താ പറയും, പോസിറ്റീവ്. കിഴക്കാണ് ചൂടാവണൽ നെഗറ്റീവ്, IOD. ഇത് ആരെ കയറി പിടിക്കും? ഈ പസഫിക്കിൽ നിന്ന് വരുന്ന ഈ കാറ്റിനെ കയറി പിടിക്കും. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ മൺസൂൺ വരുന്നത്. ഇതാണ് ഒരു ആഗോള പശ്ചാത്തലം. കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഇന്ത്യയും കേരളത്തിൻ്റെ ഭാഗമാണ്. 3 പ്രത്യേകതയുണ്ട്. ഈ പ്രശ്നം എന്ന് പറയാൻ പാടില്ല. ഒന്ന്, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയ്ക്കാണ് നമ്മൾ കിടക്കുന്നത്. വർഷം മുഴുവൻ നല്ല സൂര്യപ്രകാശം ഉണ്ട് ഇവിടെ. അത് അനുഗ്രഹമാണ്, ഒരു ഉപദ്രവമാണ്. പടിഞ്ഞാറ് വശത്ത് അറബിക്കടലുണ്ട്, അനുഗ്രഹമാണ്, ഉപദ്രവമാണ്. കിഴക്കൻ മലനിരകളുണ്ട്, പശ്ചിമഘട്ട മലനിരകൾ, സഹ്യാദ്രിയുണ്ട്, അനുഗ്രഹമാണ്, ഉപദ്രവമാണ്. ഇത് 3 ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ശക്തമായ ചൂട് എവിടെ വരും? കടലിൽ വരും. അപ്പോൾ നീരാവി ആകുന്നതിൻ്റെ അളവ് കൂടും. നീരാവി ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ലംബ ദിശയിൽ വെർട്ടിക്കലായിട്ട് ഉയരും.
ഈ ചൂടുള്ള കാറ്റ്, നീരാവി. കുറച്ച് ഉയർന്നു കഴിയുമ്പോൾ പിന്നെ അവന് വെർട്ടിക്കലായിട്ട് പോകാൻ പറ്റില്ല, അവൻ ഹൊറിസോണ്ടലാവും. ഹൊറിസോണ്ടൽ മീൻസ് തിരച്ചീനമാകും, ഈ ഡയറക്ഷനിലാവും. ഇങ്ങനെ കാറ്റ് കടലിൽ നിന്ന് പൊങ്ങി ഇങ്ങനെയാകും. ഇങ്ങനെ തിരച്ചീനമായി അവൻ പോകുന്ന ഈ കാറ്റിനെ തടഞ്ഞിരുന്നത് നമ്മളെ ഇടനാടൻ കുന്നുകൾ. അത് കട്ട് ചെയ്ത് നേരെ പശ്ചിമഘട്ട മലനിരയിൽ പോകും. പശ്ചിമഘട്ട മലനിരയിൽ ചെല്ലുമ്പോൾ പാലക്കാട് ഗ്യാപ്പും പുനലൂർ സ്ഥലവും ഒഴിച്ചിട്ടുള്ള അടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല, തമിഴ്നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ആ വായു അവിടെ കിടന്ന് കറങ്ങുമ്പോൾ ഈ മലനിരകൾ എന്ത് ചെയ്യും? ഈ വായുവിനെ ലിഫ്റ്റ് ചെയ്യും, ഒരു ട്രിഗർ ചെയ്ത് അങ്ങ് വലിക്കും. ഇത് വലിച്ച് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിയുമ്പോൾ തണുക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മഴ കിട്ടുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ മഴ കിട്ടുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷത. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മൾ വർത്തമാനം പറയാൻ. ഇനി ഒരു കാര്യമുണ്ട്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ ഒരു ഭൂമിശാസ്ത്രം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഒരിടത്തുമില്ല. ഇങ്ങനെ ഒരു ഭൂമിശാസ്ത്രം ഇല്ല. അപ്പോൾ 1780-കളിൽ ആവിയന്ത്രം കണ്ടുപിടിച്ച അന്ന് മുതൽ, ആവിയന്ത്രം കണ്ടുപിടിച്ച് ജെയിംസ് വാട്ടും പിന്നെ വേറെ പലരുമാണ്, അന്ന് മുതലാണ് മനുഷ്യർ ഫോസിൽ ഇന്ധനങ്ങളും കൽക്കരിയൊക്കെ ഗൗരവമായി ഉപയോഗിച്ചു തുടങ്ങിയത്, പെട്രോളിയമൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത്. അന്ന് മുതൽ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 18-19 നൂറ്റാണ്ട് തുടങ്ങി വ്യവസായ വിപ്ലവമാണ് ലോകത്ത് മുഴുവൻ. സിമൻറ്റ് ഇതുപോലത്തെ എല്ലാ സാധനം കണ്ടുപിടിക്കണം. മോട്ടോർ കണ്ടുപിടിച്ചു, പെട്രോൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഫോസിൽ ഉപയോഗിക്കാൻ തുടങ്ങി, ഇന്ധനം ഉപയോഗിക്കാൻ തുടങ്ങി. 1700-കൾ വരെ, ഞാൻ 780 പറഞ്ഞു, പക്ഷേ 700 വരെ ഭൂമി പലവട്ടം ചൂടായിട്ടുണ്ട്, പലവട്ടം തണുത്തിട്ടുമുണ്ട്. 6-7 പ്രാവശ്യം ചൂടായിട്ടുണ്ട്, 6-7 പ്രാവശ്യം തണുത്തിട്ടുണ്ട്. ഈ തണുത്തപ്പോഴാണ് ദിനോസറുകളൊക്കെ എവിടെ നിന്ന് പോയത്? ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ചൂടായിട്ടുമുണ്ട്, രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അത് പ്രകൃതിയുടെ പ്രതിഭാസം മാത്രമായിരുന്നു, നമുക്കതിൽ വലിയ റോളില്ല, ഒരു റോളും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ 780-ന് ശേഷം മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിനകത്ത് റോൾ വരാൻ തുടങ്ങി. അവിടെ നിന്നാണ് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക്, കാലാവസ്ഥ മാറ്റം എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനമുണ്ട്, മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം, ചൂടുകാലം, വസന്തകാലം, ശിശിരകാലം, ഒരു കാലാവസ്ഥ ഒരു വ്യതിയാനമുണ്ട് ഓരോ സീസണിലായിട്ട്. പക്ഷേ അത് മാറി, ആ വ്യതിയാനമെന്ന് പറയുന്ന സംഭവം തന്നെ അങ്ങ് മാറി കാലാവസ്ഥ മാറ്റത്തിലേക്ക് വന്നത് മനുഷ്യപ്രേരിതമായ കാര്യങ്ങൾ കൂടി കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലേക്ക്, വീണ്ടും എന്നോട് ചോദ്യം കേരളമാണ്, കേരളത്തിൽ വരുമ്പോൾ ഈ മനുഷ്യപ്രേരിതമായ കാര്യങ്ങൾ വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഭൂമിശാസ്ത്രത്തെ മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായി നമ്മൾ പിടിച്ചൊലച്ച് കളഞ്ഞു. ഓരോ ഐറ്റമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ എല്ലാ ഭാഗത്തും നമ്മൾ വലിയ പരുക്കാണ് കേരളത്തിൻ്റെ ഭൂമിയിൽ നമ്മൾ ഏർപ്പെടുത്തിയത്. പക്ഷേ അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. ഒരു തലമുറ കിട്ടി, 1-2 തലമുറയ്ക്ക് ഇത് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഉദാഹരണം പറയാം, വളരെ കുഞ്ഞു ഉദാഹരണങ്ങളാണ്. 70-കൾക്ക് മുമ്പ്, 1970-കൾക്ക് മുമ്പ് ഇവിടെ പുല്ല് തിന്ന് ജീവിച്ചിരുന്ന സമൂഹമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് വേണ്ട, നമുക്ക് കുഴിമന്തി കഴിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ വയ്യെന്നാണ് ചെറുപ്പക്കാർ പറയണത്. പുല്ലാണ് കഴിക്കുന്നത്, വേറെ ഒന്നും കഴിക്കാനില്ല. അരിദാരിദ്ര്യം, വലിയ ദാരിദ്ര്യമാണ്, ക്ഷാമമാണ് രാജ്യത്ത്. ഗോതമ്പില്ല. കപ്പ കൊണ്ടുവന്നത് മലേഷ്യയിൽ നിന്നാണ് രാജാവ് പോയിട്ട്. അപ്പോൾ ഇവിടെ കപ്പയും ഇല്ല. പുല്ല് തിന്നിരുന്ന ആളുകളോട് പറഞ്ഞു മല കയറിക്കൊള്ളാൻ പറഞ്ഞു, നിങ്ങൾ മല കയറാൻ പറഞ്ഞു. രാജ്ഞിയുടെ രാജാവിൻ്റെ കാലത്ത് ഒരുപാട് പേരെ മലയിലോട്ട് കാളവണ്ടി കയറ്റി വിട്ടു, കുതിരവണ്ടിയിലും കാളവണ്ടിയിലും. നിങ്ങൾ പോയി കൃഷി ചെയ്ത് എന്തെങ്കിലും ചെയ്തോ? എന്നാൽ അങ്ങനെ സഞ്ചരിക്കാൻ തയ്യാറായവർ കൂടുതലും, ഞാനിനി മതം പറയുകയല്ല, ക്രിസ്ത്യൻ മതക്കാരായിരുന്നു. മതമല്ലത്, സത്യം ഡേറ്റയാണ് പറയുന്നത്. മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. അവർ നാട്ടിൽ തന്നെ മത്സ്യവും മറ്റും അങ്ങനെയാണ്. ഹിന്ദുക്കൾ അവരെ നാട് വിട്ടു പോകാനുള്ള ഒരു നൊസ്റ്റാൾജിയ ഉള്ളവരാണ്, അപ്പോൾ അവരും പോയില്ല. ക്രിസ്ത്യാനികളാണ് കൂടുതൽ പോയത്. അവർ കുടിയേറ്റക്കാരായി, എനിക്കൊരു പരാതിയില്ല. അവർ പോയി മാന്യമായിട്ട് അവിടെ കൃഷി ചെയ്ത് അവരൊക്കെ പറ്റുന്ന ജോലിയൊക്കെ ചെയ്ത് ഒരു ചെറിയ വീട് വെച്ച് കാണും, ചിലപ്പോൾ ഒരു വലിയ വീട് വെച്ച് കാണും, ഒരു കാർ എടുത്ത് കാണും. അതിനപ്പുറമൊന്നും അവർ മലയൊന്നും എന്ത് ചെയ്തില്ല, ഉപദ്രവിച്ചില്ല, കൃഷിയൊക്കെ ചെയ്തു പോയി. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ആരും കൂടെ കയറി, കയ്യേറ്റക്കാരും കൂടെ എവിടെ കയറി? മലയിൽ കയറി. അപ്പം മല തൊട്ട് നമ്മൾ കാട് മുതൽ കടൽ വരെ എടുത്തു നോക്കണം. 1500-കളിൽ ഡച്ചുകാരും പിന്നെ പോർച്ചുഗീസുകാരും വന്നപ്പോൾ കുരുമുളകും അതും ഇതൊക്കെ കൊണ്ടുപോകാനാണ് അവിടെ വരുന്ന അവർ കച്ചവടമൊക്കെ ചെയ്തിരുന്നു. മുസിരീസ്, നമ്മളെ കൊടുങ്ങല്ലൂർ പോർട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ചങ്ങനാശ്ശേരി കടലായിരുന്നു. ചങ്ങനാശ്ശേരി കടലായിരുന്നു കേട്ടോ, കടലിറങ്ങിയതാണ് ചങ്ങനാശ്ശേരി. നമ്മളിപ്പോൾ വിചാരിച്ച ചങ്ങനാശ്ശേരി നല്ല അല്ല, കടലായിരുന്നു. ആൻഡ് കോളേജ് തിരുവനന്തപുരം, സെൻറ്റ് സേവിയേഴ്സ്, തുമ്പ കോളേജ്, ഇതെല്ലാം കടൽ പ്രദേശമായിരുന്നു, കടലിറങ്ങിയ സ്ഥലങ്ങളാണ്. ഇപ്പോഴും മണലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ 1342-ലെ വെള്ളപ്പൊക്കത്തിലാണ്, പ്രളയത്തിലാണ് കൊടുങ്ങല്ലൂർ പോർട്ട് കംപ്ലീറ്റ് പോവുകയും പിന്നെ കൊച്ചിൻ ദ്വീപ് ഉണ്ടാവുക. അത് വേറെ കഥ, വേറെ സ്ട്രീമാണ്. അപ്പോൾ അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു ഇവിടെ. അവർ 1800-കളായപ്പോൾ നിലമ്പൂർ കാടുകളാണ് ആദ്യം അവർ കൈവച്ചത്. തേക്കും തടി വലിയ അത്യാവശ്യമുള്ളത് കൊണ്ടും റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ തേക്കും തടി വേണമെന്ന് മനസ്സിലാക്കി, അതൊരു മൂല്യമുള്ള തടിയാണെന്ന് മനസ്സിലാക്കി അത് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിലമ്പൂർ കാടുകളിൽ ക്ലിയർ ഫില്ല് ചെയ്ത് അവർ തുടങ്ങി.
അന്ന് മുതൽ ഒരു 200-300 വർഷക്കാലമായി കേരളത്തിലെ കാടെന്ന ആവാസ വ്യവസ്ഥയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ പ്ലാന്റേഷൻ നടത്തി, നമ്മളതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ബഹുവിളകൾ കംപ്ലീറ്റ് ഇല്ലാതാക്കി, ഏകവിളകളിലേക്ക് പോയി. അങ്ങനെ കാടെന്ന ആവാസ വ്യവസ്ഥയെ നമ്മൾ കൈവച്ച് നാശക്കോട്ടയാക്കി. ഒരു വശത്തെ കഥ. താഴേക്ക് വരുമ്പോൾ കടലിറങ്ങി ഉണ്ടായതാണ് കേരളം. അല്ല, കേരളം ഇങ്ങനെ ഇടനാടെന്ന് പറയുന്നൊരു സ്ഥലം കുറവായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. മലകളും നേരെ കടലുമായിരുന്നു. കടൽ ഇറങ്ങിയിട്ടാണ് കൂടുതലും കരയുണ്ടായിരിക്കുന്നത്. ഇവിടെ ഇടനാട്ടിലാണ് ഈ പ്രഷർ അത്രയും വന്നത്, ആളുകളുടെ താമസത്തിൻ്റെ പ്രഷർ വന്നത്, കൂടുതൽ സുരക്ഷിതം എന്നുള്ള നിലയിൽ. അവിടെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്തു അവർ. ഭൂവിനിയോഗത്തിൽ നല്ല മാറ്റം വരുത്തി. 7 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന വയൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കേരളം രൂപീകരിക്കും 7 ലക്ഷം ഹെക്ടറായിരുന്നു. 70കളിൽ 8 ലക്ഷം ഹെക്ടറായി. നമ്മൾ ഉയർത്തി. പക്ഷേ ഇപ്പോൾ 1.5 ലക്ഷം ഹെക്ടറായി. വ്യത്യാസം മനസ്സിലായിക്കോണം. നമ്മൾ വലിയ വികസനം പറയുന്ന ചാമ്പ്യന്മാരാണ്. ഈ 1.5 ലക്ഷം ഹെക്ടറാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണ്? 10 സെൻറ്റ് വയൽ. ഞാൻ എല്ലാ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ വലിയ സാങ്കേതികത്വം നമ്മൾ പറയേണ്ട കാര്യമില്ല. 10 സെൻറ്റ് വയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളം അവിടെ കിടക്കും. അപ്പോൾ വയൽ കംപ്ലീറ്റ് നികത്തി റിസർവോയറുകളാണ്. മഴവെള്ളം ആരുടെ റിസർവോയറുകൾ? ഫ്ലഡ് വാട്ടറിൻ്റെ റിസർവോയറാണ്. അത് കംപ്ലീറ്റ് നമ്മൾ നികത്തി. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ, കാടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാടല്ല, ഈ സ്വാഭാവിക വനം ഉണ്ടെങ്കിൽ 32,000 ഘന കിലോമീറ്റർ പ്രദേശത്ത് ഉൾക്കൊള്ളുന്ന മഴയെ അത് ഉൾക്കൊള്ളും. അപ്പോൾ കാട് നമ്മൾ വ്യാപകമായിട്ട് നശിപ്പിച്ചു. കാവുകൾ എന്ന് പറയുന്നത് എവിടെ ഉണ്ടെങ്കിലും കാവുണ്ട്. കാവിനോടനുബന്ധിച്ച് ഒരു കുളം ഉണ്ടായിരിക്കും. കാവ് നശിപ്പിച്ചു, കുളവും നശിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഇതൊരു ഉഷ്ണമേഖല ട്രോപ്പിക്കൽ, അതായത് പിന്നെ എന്താണ് ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലത്ത് നല്ല മഴയും നല്ല വെയിലും വരുന്ന സ്ഥലത്ത് ആ മഴയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രകൃതി തന്നെ അതിൻ്റെ മെക്കാനിസം ഉണ്ടാക്കിയിരുന്നു. 44 അതിനെ മുഴുവൻ 44 നദി ഉണ്ടായിരുന്നു, ഉണ്ടല്ലോ. 44 നദി ഇപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ഈ നദികൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കിഴക്കുന്ന് തുടങ്ങി പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. നമ്മുടെ വികസനം എവിടെ നിന്നാണ് പോണേ? തെക്കുന്ന് വടക്കോട്ടാണ് പോണത്. അപ്പോൾ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വരുന്ന നദികൾക്ക് കുറുകെയാണ് നമ്മുടെ വികസനം. അപ്പോൾ ഈ തോടുകളെല്ലാത്തിനെയും മുറിച്ചാണ് നമ്മുടെ വികസനം. അപ്പോൾ അങ്ങനെ മുറിച്ച് വികസനം നടത്തുമ്പോൾ ഇതിൻ്റെ സ്വാഭാവിക ഫ്ലോയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു വികസനം ചെയ്യണമെന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിക്കോ നമുക്കോ പറ്റിയില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ ഇവിടെയോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നടന്നു വന്ന് 70കൾ കഴിഞ്ഞ് നടന്നു വന്ന് 80കളായപ്പോൾ നല്ല തമാശ, കേരളം മാറി. എങ്ങനെ മാറി? അവിടെയാണ് ദുരന്തത്തിൻ്റെ വലിയ കഥ. നമ്മുടെ ആളുകളെല്ലാം ഗൾഫിലും വിദേശത്തൊക്കെ പോയി. 1.5 ലക്ഷം കോടി രൂപ ഇപ്പോൾ ഒരു വർഷം ഇവിടെ വരും. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ, ഖജനാവി പൈസയില്ല, ധവളപത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കേരളത്തിലെ മലയാളിയുടെ, നാട്ടുംപുറത്തെ മലയാളിയുടെ കയ്യിലെടുത്താൽ പോലും സൊസൈറ്റികളിലും ബാങ്കുകളിലും കൊണ്ടുവച്ചിരിക്കുന്ന ഉരുപ്പടിയും FDയും എടുത്താൽ കോടാനുകോടി രൂപ വരും. ചെറിയ പൈസയല്ല. ശമ്പളം കിട്ടിയതും പെൻഷൻ പറ്റിയതൊക്കെ അവർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഒന്ന് FD അല്ലെങ്കിൽ സ്വർണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഗൾഫിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ വിദേശങ്ങളിൽ നിന്ന് പൈസ വന്നപ്പോൾ, നാട്ടിൽ, അതിന് ഞാൻ കുറച്ച് ഉത്തരവാദിത്തമായിട്ടാണ് പറയുന്നത് കേട്ടോ, കുറച്ചൊരു വിവാദം വരാം, എന്നാലും ഞാൻ അങ്ങ് പറയുകയാണ്. ഇവിടുത്തെ ട്രേഡ് യൂണിയൻകാരും ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും നമ്മളെല്ലാവരും കൂടി ഈ പൈസ ഉപയോഗിച്ച് ഒരു വ്യവസായവും നടത്താൻ സമ്മതിച്ചില്ല. ഒരു യൂണിറ്റ് വന്നാൽ പിറ്റേ ദിവസം അവിടെ അമ്പല കമ്മിറ്റി മുതൽ റെസിഡൻസ് അസോസിയേഷൻ മുതൽ സകല വരുമ്പോൾ പിരിക്കും. പൈസ കൊടുത്തില്ലെങ്കിൽ ഗുണ്ടായുസം കാണിക്കും. അവിടെ യൂണിയൻ ഉണ്ടാക്കും, തല്ലുണ്ടാക്കും. അങ്ങനെ 80കളിൽ തുടങ്ങി 90കൾ വരെ നാട്ടിൻപുറത്തുണ്ടായ കൊച്ചു യൂണിറ്റുകളെല്ലാം പൂട്ടി. അപ്പോൾ അവരുടെ കയ്യിൽ പണമുണ്ട്. അവരെന്ത് ചെയ്യും? പൈസ വെച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യും? അവന് എവിടെയെങ്കിലും നിക്ഷേപിക്കണം. അവൻ എവിടെ കൊണ്ട് നിക്ഷേപിക്കാൻ തീരുമാനിച്ചു? ലാൻഡിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ റിയൽ എസ്റ്റേറ്റ് വളർന്നു വന്നു. റിയൽ എസ്റ്റേറ്റ് വളർന്നു വന്നപ്പോൾ അന്ന് ഇത്രയും ചാനലുകളും സംവിധാനം ഇല്ലല്ലോ. ഇല്ലെങ്കിലും പത്രങ്ങൾ വഴി ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയ കമ്പനികൾ കേരളത്തിൽ വലിയ രീതിയിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ പരസ്യവും പരിപാടികളൊക്കെ വന്നു. അങ്ങനെ സാനിറ്ററി വെയേഴ്സും, അങ്ങനെ വലിയ വേറൊരു കൾച്ചർ കേരളത്തിൽ അറിയാതെ ഡെവലപ്പ് ചെയ്തു വന്നു. കൃഷി നശിച്ചു. കൃഷി മേഖലയിൽ നിന്ന് മുഴുവൻ പേരും നിർമ്മാണ മേഖലയിലോട്ട് പോയി. നിർമ്മാണ മേഖലയ്ക്ക് വലിയ ബൂമുണ്ടായി. വയൽ വ്യാപകമായി നികത്തി, മല വ്യാപകമായി ഇടിച്ചു. കാരണം പാറ വേണം, അപ്പോൾ കോറികൾ ഇല്ലാതാക്കാൻ തുടങ്ങി. വയലിൽ നിന്ന് ചുടുകല്ല് വേണം, വയലില്ലാതാക്കാൻ തുടങ്ങി. മണൽ വേണം, പുഴ ഇല്ലാതാക്കാൻ തുടങ്ങി. സിമൻറ്റ് ധാരാളമായി വേണം. ഇതെല്ലാം കൂടി ഇടിച്ചു കയറ്റി ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ 80 ലക്ഷം വീടുകൾ, ഫാമിലി 80 ലക്ഷമാണ്. 3,70,00,000 ആളുകൾ, 80 ലക്ഷം ഫാമിലിയാണ്, വീടുകളാണ്. അത്രയും മതി നമുക്ക്. പക്ഷേ 1,20,00,000 വീടുകളുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം പട്ടത്തിനടുത്ത് മുട്ടട എന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് 12 വീടാണ് ഒഴിഞ്ഞു കിടക്കുന്നത്.
അപ്പുറത്തല്ല വീട്, അവർ വാടകയ്ക്ക് കൊടുക്കില്ല. അവരെല്ലാം വലിയ സമ്പന്നരാണ്. ഇത് അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സമ്പന്നരാണ്. അവരോട് നമ്മൾ ചോദിച്ചു, ഞാൻ പലരോട് ലീവിന് വരുമ്പോൾ, അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ പൈസ മുടക്കാനൊരു ഓപ്ഷൻ വേണ്ടേ? അപ്പോൾ അവരെന്ത് ചെയ്യും? സുരക്ഷിതമായ വസ്തു വാങ്ങി, കെട്ടിടം വാങ്ങിച്ച് അവരിട്ടിരിക്കണം. എന്തെങ്കിലും ഒരു കാലത്ത് അതിന് ലാഭം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇട്ടിരിക്കുക. അങ്ങനെ കേരളത്തിൽ ഈ വിദേശ പണമെല്ലാം കൂടെ വന്ന് വലിയ തോതിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. നമ്മുടെ വികലമായ വികസന കാഴ്ചപ്പാട് വന്നു. പിന്നെ കൃഷിയെ നമ്മൾ എന്താക്കി? കൃഷി എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു വിഷയമാണ്. ഇത് പഠിച്ചാൽ നല്ലൊരു നിഘണ്ടു തന്നെ എഴുതാം, എൻസൈക്ലോപ്പീഡിയ എഴുതാം. കൃഷി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു. എല്ലാ കൃഷിയും ചെയ്യുമായിരുന്നു. മഴയ്ക്കനുസരിച്ച് എല്ലാ കൃഷി നഷ്ടമായി തുടങ്ങി. കാരണം നഷ്ടമാവാൻ കാര്യം എന്താണ്? വിദേശത്തു നിന്ന് വരുന്ന പൈസ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പൈസ, സർക്കാർ ഉദ്യോഗസ്ഥർ, അതിനനുസരിച്ച് ജീവിക്കാൻ ആർക്ക് പറ്റുന്നില്ല? കർഷകർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ബഹുവിളകളെല്ലാം കളയാൻ തുടങ്ങി. ഏകവിളകളിലേക്ക് പോയി. ഏകവിളകളും കളയാൻ തുടങ്ങി. റബ്ബറിലേക്ക് പോയി, മാഞ്ചിയത്തിലേക്ക് പോയി, പിന്നെ അറബി മുസ്ലിമിലേക്ക് പോയി. അതായത് എന്തൊക്കെയാണോ ലാഭം കിട്ടുന്നത് അതിലേക്ക് അവർ പോയി. അവരെ കുറ്റമല്ല, ഇതെല്ലാം പോളിസികളുടെയും കൂടെ പ്രശ്നമുണ്ട്. അവരങ്ങനെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? കേരളത്തിൽ ഏകവിളകളായി മാറി, ബഹുവിളകളില്ലാതായി. ബഹുവിളകൾ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും. അപ്പോൾ മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയുന്നു. മലനിരകളിൽ ഈ പ്രശ്നം വരുന്ന വെള്ളം നിൽക്കാനൊരു സംവിധാനമില്ല, ഡ്രെയിനേജ് സംവിധാനമില്ല. ഇതിങ്ങനെ പോയപ്പോഴാണ് പ്ലാസ്റ്റിക് എന്ന വില്ലൻ കയറി വരുന്നത്. പ്ലാസ്റ്റിക് വില്ലൻ വന്നപ്പോൾ എന്താ സംഭവിച്ചു? മാലിന്യ സംസ്കരണത്തിൽ നമുക്കൊരു പ്ലാന്റ് ഉണ്ടില്ല. ലോകത്തൊരു പ്ലാന്റ് ഇല്ലാത്ത ഏക സംസ്ഥാനം നമ്മളെ കാണുള്ളൂ. നമ്മുടെ വിളപ്പിശാല പ്ലാന്റ് നമ്മൾ പൂട്ടിയതോടുകൂടി വേറെ പ്ലാന്റ് ഇല്ല. എല്ലാ മാലിന്യവും നമ്മൾ എന്ത് ചെയ്യുന്നു? കത്തിച്ചല്ല, കത്തിക്കണ സഹിക്കാം. ഞാൻ ഒരു 4-5 ഫോട്ടോ കാണിച്ചു തരാം. ഇതിനകത്ത് നല്ല രസമുള്ള ഫോട്ടോ ആണ്, ഞാൻ അയച്ചു തരാം. അതായത് റാന്നിയിലും ഈരാറ്റുപേട്ടയിലും ആറന്മുളയിലൊക്കെ ഇന്നലെ പ്രളയം ഉണ്ടായല്ലോ. ഇന്നലെ രാവിലെ റാന്നിയിലെ MLA ശ്രീ പഴകുളം മധു, എനിക്കും കൂടി പരിചയമുള്ള MLA ആണ്, വളരെ ശുദ്ധനാണ് കേട്ടോ. അദ്ദേഹം ഇറങ്ങി നിന്ന് എന്ത് ചെയ്യാണ്? വൃത്തിയാക്കുകയാണ്. ടൺ കണക്കിന് മാലിന്യമാണ് ആ റാന്നി ടൗണിലും ഈരാറ്റുപേട്ട ടൗണിലും ആറന്മുള ടൗണിലും പാലാ ടൗണിലും ആര് കൊടുത്തത്? ഈ പുഴ കൊണ്ടിട്ടിട്ട് പോയത്. ഇത് എവിടെ നിന്ന് വന്നു? നമ്മൾ മാലിന്യ സംസ്കരണത്തിൽ ഒന്നുകിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ പുഴയിലെറിയും, അല്ലെങ്കിൽ റോഡിൽ കൊണ്ടിടും. ഇതെല്ലാം കൂടി ആയപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രകൃതിയുടെ മുഴുവൻ താളത്തെയും നമ്മൾ പിടിച്ചു. അപ്പോൾ ശക്തമായ മഴ വരുന്നു. കാടെന്ന ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. കാടെന്ന് പറഞ്ഞാൽ ബഹുതലങ്ങളിൽ വൃക്ഷങ്ങളുള്ളൊരു സ്ഥലമാണ്. സൂര്യപ്രകാശം കൂടുതൽ വരുന്ന സൂര്യപ്രകാശത്തെ എടുക്കാൻ, വർദ്ധിച്ച മഴയെടുക്കാൻ പൊക്കമുള്ള മരങ്ങൾ, പൊക്കം കുറഞ്ഞ മരങ്ങൾ, പിന്നെയും പൊക്കം കുറഞ്ഞ മരങ്ങൾ, ഷ്രബുകൾ, മുൾച്ചെടികൾ, പുല്ല്, ഇതാണ് കാടിൻ്റെ വ്യവസ്ഥ. ഇതിലേറ്റവും പൊക്കമുള്ള മരമൊക്കെ ഉണ്ട് പലയിടത്ത്, പക്ഷെ ബാക്കിയുള്ള മരങ്ങളൊന്നും പലതുമില്ല. അപ്പോൾ എന്താ സംഭവിക്കും? ശക്തമായ മഴത്തുള്ളി നേരിട്ട് എവിടെ വരും? മണ്ണിൽ പതിക്കും. അവനവിടെ നിൽക്കാൻ പറ്റൂല. അപ്പോൾ പല ദിവസങ്ങൾ ഉണ്ടായി വരുന്ന മഴവെള്ളം ഇറങ്ങി ഭൂമിയിൽ ഇങ്ങനെ സാച്ചുറേറ്റ് ഇരിക്കുമ്പോൾ, സാച്ചുറേഷൻ ലെവൽ കഴിയുമ്പോൾ മഴവെള്ളം ഭൂമിക്ക് മുകളിലൂടെ പോകാൻ നോക്കും. മുകളിലൂടെ പോയി എന്ത് ചെയ്യും? അവിടെ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന പശയൊക്കെ ഇരുന്ന പോലെ ഇരിക്കുമ്പോഴാണ് അടുത്ത മഴ വരുന്നത്. മഴയെ നമ്മളൊന്നും പറയരുത് കേട്ടോ. നമ്മൾ പലപ്പോഴും പറയുന്നത് മഴയാണ് ഇവിടെ കുഴപ്പമെന്നാണ്. നിങ്ങൾ ദയവായി മഴയെ ഒന്നും പറയരുത്. കാരണം റാന്നി 5 മണി, വൈകുന്നേരം 5 മണി മുതൽ പാലായിലും റാന്നിയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ മഴയുണ്ട്. വെളുപ്പാങ്കാലം 2:30-3 മണിക്കാണ് ഉരുൾപൊട്ടിയത്. എത്ര മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തു. ആ സമയങ്ങളൊക്കെ നമുക്കൊരു കുഷൻ ടൈമാണ്, ഗോൾഡൻ അവേഴ്സാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്. രാത്രിയായിപ്പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്, പക്ഷേ ഗോൾഡൻ അവേഴ്സ് അല്ലേ. ആ അവറുകളെ നമ്മൾ എന്ത് ചെയ്തില്ല? പ്രയോജനപ്പെടുത്തണ്ടേ? അപ്പോൾ പ്രകൃതിക്ക് ഇതറിയില്ലല്ലോ. അത് ഒരു നിമിഷം കൊണ്ടല്ല വരുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് വരുന്നത് ഭൂകമ്പം, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ വരുന്നു. അതേസമയം പിന്നെ അഗ്നിപർവ്വത സ്ഫോടനം, നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. പ്രളയമൊക്കെ വരുന്ന അങ്ങനല്ല, അതിന് വലിയ തയ്യാറെടുപ്പുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അന്തരീക്ഷത്തിൽ വലിയ കാറ്റ് വരും, പക്ഷിമൃഗാദികൾ കിടന്ന് ബഹളം ഉണ്ടാക്കും, കൂട്ടിൽ കിടക്കുന്ന പക്ഷിമൃഗാദികൾ ബഹളം ഉണ്ടാക്കും. പുഴയുണ്ടെങ്കിൽ, വീട്ടിൻ്റെ അടുത്ത തോടുണ്ടെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം വരുമെങ്കിൽ 5 മിനിറ്റ് മുമ്പെങ്കിലും, അല്ലെ 5 മണിക്കല്ല, മണിക്കൂറുകൾക്ക് മുമ്പ് കലങ്ങും. ഏത്? വെള്ളം കലങ്ങും. അതായത് ഒരുപാട് സിംറ്റംസ് കാണിച്ചിട്ടാണ് പ്രളയമൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. അല്ലാതെ ഡാം തുറന്നു വിടുകയാണെങ്കിൽ അത് വേറെ കഥയാണ്, പെട്ടെന്ന് പോകും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വശത്ത് മനുഷ്യനിർമ്മിതമായ ഒരുപാട് ഘടകങ്ങൾ കൂടി അത് ലോകത്താകെ കാലാവസ്ഥ മാറ്റുന്നതിലുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ ഒരു തോത് എന്താണ്? വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായിരിക്കുന്ന പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ഒരു വലിയ തോത് നമ്മുടെ സൃഷ്ടിയാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം.
ഇവിടെ തന്നെ നമ്മൾ ന്യൂസ് 18-ൽ തന്നെ ജോൺ ജോസഫ് തൊടുപുഴയിലെ MLA, അതായത് പി ജോസഫ് സാറിൻ്റെ മകൻ MLA ആയിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇവിടെ. ആൻ്റോ ആൻ്റണി MP, അവരെല്ലാം ഫ്രാൻസിസ് ജോർജ് വരെ, ഞാനും പങ്കെടുത്തതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഞാൻ പിന്നെ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. ലൈഫ് പദ്ധതി, കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി 4 ലക്ഷം രൂപ കൊടുക്കും. ആർക്കാ കൊടുക്കണത്? വസ്തു സ്വന്തമായിട്ടുള്ളവർക്കാണ്. തൊടുപുഴയിൽ വസ്തു അവർക്ക് കിട്ടാത്തത് കൊണ്ട് പാവങ്ങൾ പോയി മലയിൽ പോയി വസ്തു വാങ്ങി, എന്നിട്ട് JCB കൊണ്ടുവച്ച് നിരത്തി പഞ്ചായത്തുകാരെ വിളിച്ച് കാണിച്ചപ്പോൾ അവർ ലൈസൻസ് കൊടുത്തു, വീട് വെച്ച് കൊടുത്തു. മുഴുവൻ വീട് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി. 10 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും മുകളിൽ, 10 ഡിഗ്രിക്ക് മുകളിൽ ഒരു കാരണവശാലും, 10 ഡിഗ്രി അല്ലെങ്കിൽ 20% മുകളിൽ ചരിവുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? വീട് പണിയരുത്. അങ്ങനെ പണിയുകയാണെങ്കിൽ ഇനി പണി തോന്നു വെക്കുക, അതിന് കൺസ്ട്രക്ഷൻ മെത്തേഡ് വേറെയാണ്. അങ്ങനെയുണ്ട്, കൺസ്ട്രക്ഷൻ മെത്തേഡ് വേറെയാണ്. ഇവിടെ എന്താ കേരളത്തിൻ്റെ പ്രശ്നം? ഇത് പറയുമ്പോൾ പലരും നമ്മളോട് നെറ്റി ചുലിക്കേണ്ടി വരും, പലരെയും നമ്മൾ കുറ്റം പറയേണ്ടി വരും. പിന്നെ ആലപ്പുഴ കുട്ടനാടുള്ളൊരു കൃഷി ഓഫീസർ അടുത്ത് എന്തെങ്കിലും അവർ നല്ലത് ചെയ്തുകൊണ്ടോ ചീത്ത ചെയ്തുകൊണ്ടോ അവരെ ഇടുക്കിയിലേക്ക് കാമാക്ഷി പഞ്ചായത്തിൽ അയച്ചാൽ എന്താണോ അവർ കുട്ടനാട് ചെയ്ത പ്രാക്ടീസ് അത് തന്നെയായിരിക്കും ഇവിടെയും പറഞ്ഞു കൊടുക്കുന്നത്. കാമാക്ഷിയിലും ഇവിടെ കപ്പ നട്ടെങ്കിൽ അവിടെയും കപ്പ നടാൻ പറഞ്ഞു കൊടുക്കും, ഇവിടെ വാഴ നട്ടെങ്കിൽ അവിടെയും വാഴ നടാൻ പറഞ്ഞു കൊടുക്കും. ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ കഴിഞ്ഞ വർഷം പ്രളയം വന്നപ്പോൾ PT മറ്റേ റോഷി അഗസ്റ്റിൻ അന്ന് MLA ആണ്, പിന്നെ മന്ത്രിയാണ്. ഇത് പിന്നീട് ഇതേ ന്യൂസ് 18, ഇതെല്ലാം സാന്ദർഭികമായിട്ട് ന്യൂസ് 18 തന്നെ വരികയാണ്. ഈ ചാനലിൽ ഇരുന്നിട്ട് രാത്രിയിൽ അവിടെ ഡാമിലെ പ്രശ്നം വന്നപ്പോൾ ഇതുപോലെ ചോദിച്ചപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു ഡിബേറ്റാണ്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ സുഭാഷ് സാർ പറയുന്നത് അവിടെ കപ്പ വയ്ക്കണ്ടേ ഇടുക്കിയിൽ? നമ്മൾ വയ്ക്കരുത്, നിങ്ങൾ തൊടുപുഴയിൽ കപ്പ വെച്ചോളൂ. നിങ്ങൾ തൊടുപുഴ കഴിഞ്ഞ് വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് ഇടുക്കിയിലെ ഡാം കഴിഞ്ഞ് മുകളിലോട്ട് കയറുന്നിടത്ത് കപ്പ വെച്ചാൽ, അവിടെ വാഴ കൃഷി ചെയ്താൽ, നിങ്ങളവിടെ ഇഞ്ചി കൃഷി ചെയ്താൽ, നിങ്ങളവിടെ തെങ്ങ് വെച്ചാൽ കൊണ്ടുവരും താഴെ. മണ്ണിനത് അറിയില്ലല്ലോ. അപ്പം കൃഷിരീതികളിലുള്ള അശാസ്ത്രീയത, റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത, തിരുവനന്തപുരം നഗരത്തിൽ വയ്ക്കുന്ന അതേ വീടിൻ്റെ പാറ്റേണാണ് എവിടെയും വയ്ക്കുന്നത്, ഇടുക്കിയിലും വയ്ക്കുന്നത്, അല്ലെങ്കിൽ വയനാടും വയ്ക്കുന്നത്. അത് പറ്റൂല. അവിടെ കാറ്റ് പിടിക്കുന്ന സ്ഥലമാണ്, നല്ല മഴ പിടിക്കുന്ന സ്ഥലമാണ്, ചരിഞ്ഞ ഭൂമിശാസ്ത്രമാണ്. അതിനനുസരിച്ചുള്ള നിർമ്മാണ സാങ്കേതിക വിദ്യകൾ നമ്മൾ വികസിപ്പിക്കണം. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം പണി? അടിമുടി ഓരോ വകുപ്പുകളും പണി തുടങ്ങണം. ഇനി മൺസൂൺ മഴ കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? അതിനനുസരിച്ചുള്ള കാർഷിക വിളകൾ കണ്ടുപിടിക്കണം, വിത്തുകൾ കണ്ടുപിടിക്കണം. കഴിഞ്ഞ 10 വർഷത്തെ കഥ സന്ദീപ് പറഞ്ഞല്ലോ. 10 വർഷമായിട്ട് ഞാൻ നിരവധി ലേഖനങ്ങളും ചാനലുകളിലും ഒക്കെ വരുന്ന ആളാണല്ലോ, ധാരാളം എഴുതുന്ന ആളാണ്. കണിക്കൊന്ന ഏപ്രിൽ മാസത്തിലെ വിഷുവിനാണ് പൂത്തുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാ ദിവസവും ഏത് സീസണിലും പൂക്കും. വിഷു എന്നാണ് അത് നടത്തില്ല. മാവ്, ഒരുപാട് മാവുകൾ വംശനാശം വന്നു, കേരളത്തിലില്ല. മലബാറുകളുടെ, ഞാൻ 25 വയസ്സിൽ എർത്ത് സയൻസിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ, സയൻറ്റിഫിക് സ്റ്റാഫായിട്ട് ജോലിക്ക് പോകുമ്പോൾ മലബാറിൽ ചെല്ലുമ്പോൾ കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ ബെറോട്ടയും ചാളക്കറി, മത്തിക്കറിയാണ്. മത്തിക്കറി ഫ്രീ ആണ്, ബെറോട്ടയും. രാവിലെ നമ്മൾ ഫീൽഡിൽ പോണവരായതുകൊണ്ട് ഇതാണ് വാങ്ങിച്ച് കഴിക്കണം. മൈദ കിടക്കുമല്ലോ, ബോഡിക്കിൽ കിടക്കുമല്ലോ, പിന്നെയല്ലേ വിശക്കൂടാന്ന് പറഞ്ഞു. ഫ്രീ ആണ്. പക്ഷെ ഇപ്പം മത്തിയില്ല. ഇത് കടലിൽ ചൂട് കൂടിയതുകൊണ്ട് മത്തി കുറഞ്ഞു. ഞാൻ പറഞ്ഞ പോയിന്റ്, തേനീച്ചകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, പൂമ്പാറ്റ നശിച്ചുകൊണ്ടിരിക്കുന്നു, മണ്ണിര നശിച്ചുകൊണ്ടിരിക്കുന്നു. കാട്ടിൽ എന്താ സംഭവിക്കുന്നത്? കാട്ടിൽ ആനയ്ക്കും മറ്റ് മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളമില്ല, അവയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അതിങ്ങനെ ആടി അലഞ്ഞ് എവിടെ പോകണമെന്ന് അറിയാതെ ചൂടും വരും. ചൂട് വരുമ്പം അതിന് ബോഡി ഹീറ്റാവും. അപ്പോഴാണ് ഒരു നിവൃത്തിയില്ലാതെ ഓടുമ്പോഴാണ് ചെറിയൊരു വഴി, നമ്മൾ തുറന്ന വഴി കിടക്കുകയാണ്, അതിലെടുത്ത് ചാടുമ്പോൾ കുറച്ച് വെള്ളം കിടക്കുന്നു പുഴയിൽ, അത് കുടിക്കും. അപ്പം നോക്കിയപ്പോൾ തൊട്ടടുത്ത് ചക്ക നിൽക്കുന്നു. ആനയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഉടനെ ചാടിക്കറി ചക്ക പിടി. ഓരോ പ്രാവശ്യം ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും. നമ്മളായാലും പോകുമല്ലോ, നമ്മൾ വിശപ്പുണ്ടല്ലേ പോകണം. അപ്പം കാടെന്ന ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കി, താഴേക്ക് വരുമ്പോൾ പല ന്യായങ്ങൾ പറഞ്ഞ് ഇടനാടില്ലാതാക്കി, മലനാടില്ലാതാക്കി, തീരം വരെ നമ്മളുടെ പ്രവൃത്തികൾ കൂടെ കൊണ്ടും, അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമതാണ്, നമ്മുടെ പ്രവൃത്തികൾ കൂടെ കൊണ്ടും ഈ പ്രപഞ്ചത്തിന്, ഈ കേരള ഭൂമിക്ക് ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ സാർ, ഇത് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രളയം അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ കൂടിയിട്ടുണ്ട്. വല്ലാത്ത അളവിൽ കൂടിയിട്ടുണ്ട്. കാരണം നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള പ്രളയവും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും എല്ലാ സീസണിലും ഇതൊരു സീസണൽ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഓഗസ്റ്റ് മാസം ക്രൂഷ്യലാണോ? ആഗസ്റ്റിൽ കേരളത്തിൽ പ്രളയം ഉണ്ടാവുമോ? ജൂൺ മാസത്തിൽ 66% മഴ നമുക്ക് കുറഞ്ഞു, കിട്ടേണ്ട മഴ. ജൂലൈയിൽ 30% മഴ കുറഞ്ഞു. എൻ്റെ നിരീക്ഷണം, കാരണം ശാസ്ത്ര ഗവേഷകനെ സംബന്ധിച്ചുള്ള നിരീക്ഷണമേ ഉള്ളൂ, അല്ലാതെ ഫൈനൽ ഇല്ല. നിരീക്ഷണം, ഈ പോയ മഴ, അതായത് കിട്ടാതെ പോയ മഴ എവിടെ പോകും? അത് ഇവിടെ വരണ്ടേ? ഒന്നാമത്തെ ചോദ്യം. 2, ഈ എൽനിനോ ഉണ്ടായെങ്കിലും 10,000 കിലോമീറ്റർ ദൂരത്തിൽ മൺസൂൺ പാത്തി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യൻ മേഖലയിലും ഇന്ത്യയുടെ മേഖലയിൽ. ഈ മൺസൂൺ പാത്തിയുടെ മഴ വരണ്ടേ? അപ്പോൾ ഇത് രണ്ടും വന്നാൽ
ഞാനീ പറഞ്ഞ 2 കണ്ടീഷനും വന്നാൽ IOD ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെ സിസ്റ്റവും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് ആഗസ്റ്റിൽ എന്ത് സംഭവിക്കാം? പ്രളയം സംഭവിക്കാം, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ പ്രളയം സംഭവിക്കാം. ഇപ്പം മറ്റൊരു പ്രശ്നം എന്താണെന്നറിയാവോ? പ്രളയം വേണ്ട മാഷേ, സന്ദീപ്, പ്രളയം വേണ്ട. ഇന്നലെ ഒരു ദിവസത്തെ മഴയിലാണ് നമ്മൾ കരഞ്ഞത്. കാരണം ഇതെന്ത് പറ്റി? ബോഡി വീക്കായി ചെറിയ ഒരു വിഷയത്തിൽ പോലും പ്രകൃതി പ്രതികരിച്ചു തുടങ്ങി. ഇനി വേറെ കാര്യം കൂടെയുണ്ട്. ഈ തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലിലാണ് ഈരാറ്റുപേട്ട ആ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കം, ഞാൻ പ്രളയം എന്ന് പറയുന്നില്ല, കാരണം പ്രളയം കുറച്ചുകൂടെ അക്യൂട്ട് സാധനം, കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞു. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഈ തീക്കോയിൽ എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്? ഇത് അന്വേഷിച്ച് പോകണ്ടേ നമ്മൾ? അപ്പോൾ അവിടെയാണ് ഞാൻ വീണ്ടും പറഞ്ഞെടുത്ത് വരുന്നത്. നമ്മൾ ആഗസ്റ്റ് മാസമെന്നോ സെപ്റ്റംബർ മാസമെന്നോ നിങ്ങൾ ചിന്തിക്കേണ്ട. കേരളത്തിൻ്റെ പഴയകാല കേരളത്തിൽ അബ്നോർമലായിരുന്നു ഡിസാസ്റ്ററുകളെങ്കിൽ, പ്രകൃതിയുടെ ഡിസാസ്റ്ററുകളെങ്കിൽ ഇപ്പോൾ നോർമലാണ് ഡിസാസ്റ്ററും. ബാക്കിയുള്ള ചെറിയ പീരീഡാണ് അബ്നോർമലും. തിരിച്ചെടുക്കണം, നോർമലാണ്. ഇനി കേരളത്തിൽ കാര്യങ്ങൾ എന്താണ്? അതായത് സാറി പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ജപ്പാനിലെ എർത്തുക്കേക്ക് എന്ന് പറയുന്നത് അവിടെ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇനി മുതൽ അങ്ങോട്ട് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഒരു സ്ഥിര സംഭവമായിരിക്കും, സ്ഥിരമായി വന്നുകൊണ്ടിരിക്കും. ഒന്നുകിൽ വരൾച്ച വരും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളപ്പൊക്കം വരും, അല്ലെങ്കിൽ പ്രളയം വരും. ഇതെങ്ങനെ മാറി മാറി വരും. ഇനി ഒരു അപകടമുണ്ട്, അത് വലിയ അപകടമാണ്. ഞാൻ നാവ് വെച്ച് പറയുകയാണ്, ഞാൻ എഴുതിയിട്ടുള്ളത് കൊണ്ട് പറയാം. ഇങ്ങനെ സ്ഥിരമായി വന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? അത് താങ്ങാനുള്ള ശക്തി ആർക്കില്ല? മണ്ണിനില്ല, ജീവജാലങ്ങൾക്കില്ല. അങ്ങനെ വന്ന നാടൊക്കെ മരുവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം മനുഷ്യന് പലായനം ചെയ്തു. ഇനി വേറെ തമാശ ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ നമ്മളൊരു സർവേ നടത്തണം. ഞാൻ പറഞ്ഞ ന്യൂസ് 18 വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മൾ സർവേ തന്നെ നടത്തണം. തീരദേശത്തു നിന്ന് ഒരുപാട് ആളുകൾ മാറിപ്പോവുകയാണ്. ക്ലൈമാറ്റ് റെഫ്യൂജീസ് തുടങ്ങിക്കഴിഞ്ഞു, കാലാവസ്ഥ അഭയാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞു. കുട്ടനാട് നിന്ന് കുറേ അധികം ആളുകൾ ഇപ്പോൾ അവിടെയൊക്കെ വിറ്റിട്ട് അങ്ങ് പോവുകയാണ്. ഇടുക്കി ഭാഗത്തുനിന്ന് ഒരുപാട് പേര് വിറ്റിട്ട് എന്ത് ചെയ്യാണ്? താഴോട്ടിറങ്ങുകയാണ്. അപ്പോൾ മനുഷ്യൻ ക്ലൈമാറ്റിക് റെഫ്യൂജീസായി മാറിക്കഴിഞ്ഞു, ആൾറെഡി മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരു നോർമാലിറ്റിയിലേക്ക് മാറി. ഏത്? ഈ ദുരന്തങ്ങളുടെ ഒരു നോർമൽ ഭൂമിയായി. അതാണ് ഇനി നോർമൽ. അതെ സാർ, ഈ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് മനുഷ്യനിർമ്മിതം. സാർ ഇപ്പോൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യനിർമ്മിതമാണ് പല പ്രളയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മളതിനെ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു പക്ഷേ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടാകാം. ഇതൊക്കെ അറിയാതെയാണ് ഈ മലയുടെ ഈ സൈഡിൽ കൊണ്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ മലയുടെ സൈഡിൽ കൊണ്ട് വീട് വെക്കാൻ അനുമതി നൽകുക. അതുപോലെ തന്നെ അവിടെ ഈ അശാസ്ത്രീയമായ കൃഷി രീതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ നിന്ന് മണൽ വാരുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പുഴയിൽ നിന്ന് മണൽ വാരാനേ പറ്റില്ലായിരുന്നു. മണൽ കൊണ്ടുപോകുന്നത് എന്തോ ഒരു വലിയ ഒരു ഭീകര പ്രവർത്തനമായിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഈ പുഴയിൽ നിന്ന് മണൽ വാരുന്നത് ഇത് പ്രളയത്തിന് സാധ്യതയുള്ള കാര്യമല്ലേ? ഒന്നാമത്തെ വിഷയം, നമുക്ക് 2 എൻട്രി അറിയാവൂ. ഒന്നുകിൽ മണൽ ആവശ്യം പോലെ വാരിക്കോ, പുഴ ചത്താലും കുഴപ്പമില്ല, മഴ മാരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്? തുടരുത്. ഇതങ്ങനല്ല വേണ്ടത്. സാൻഡ് ആഡിറ്റ് ചെയ്യണം. പുഴയിൽ നിന്ന് മിനിമം മണൽ എടുക്കാം. അപ്പോൾ എത്ര എടുക്കാം, എത്ര എടുത്തുകൂടാ, അവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ 2 ലോറി എടുക്കാനായിട്ട് ലൈസൻസ് പാസ് കൊടുത്താൽ 25 ലോറി എടുക്കും. ഇവിടെ കറപ്ഷൻ ഉണ്ടെന്നേ. നമ്മൾ മനസ്സിലാക്കാത്തൊരു കറപ്ഷൻ എന്നാലാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് 15 വർഷങ്ങൾക്ക് മുമ്പ് അണ്ണാ ഹസാരെ കേരളത്തിൽ ഞാൻ നമ്മുടെ പരിപാടികളുടെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതേമായിട്ട് ഞാൻ അണ്ണാ ഹസാരെ വലിയ ആളാണല്ലോ, നമ്മൾ കൂടെ സഞ്ചരിക്കാൻ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അണ്ണാ ഹസാരെ ചോദിച്ചു, അന്ന് ഞാൻ ചെറുപ്പമാണ്, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള? ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്തുകൊണ്ട് താങ്കളെ പോലുള്ള ചെറുപ്പക്കാർ ചിന്തിക്കുന്നില്ല? താങ്കൾ വാട്ടർ എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ നടക്കല്ലേ, ഞാനുമൊക്കെ സഹായിക്കാം, അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അന്ന് അദ്ദേഹം ഈ മൂവ്മെൻറ്റിലൊക്കെ ചെറുതായിട്ടുള്ള കാലമാണ്. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സോറി സാർ, നമ്മൾ കറപ്ഷനെ നാഷണലൈസ് ചെയ്ത സൊസൈറ്റിയാണ്. നമുക്കൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയി, വില്ലേജ് ഓഫീസിൽ പോയി ഒരു രേഖ തരുമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കാൻ തയ്യാറാണ്. ക്യൂവിൽ നിൽക്കാനും അവിടെ നിൽക്കാനും നമുക്ക് താല്പര്യം. RT ഓഫീസിൽ പോയി എന്തെങ്കിലും കാര്യം നടത്തി തരുമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ ഞാൻ 2004 മഴവെള്ള സംഭരണ പ്രചരണ പരിപാടിയുടെ സ്റ്റേറ്റ് ഓഫീസറായിരുന്നു, മാനേജറായിരുന്നു, ഡയറക്ടറായിരുന്നു. അപ്പോഴൊരു ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവ് വളരെ ലളിതമാണ്. 1000 സ്ക്വയർ ഫീറ്റിനുള്ള മുകളിലുള്ള വീടുകളിൽ വീട് വയ്ക്കുന്നവർ എന്ത് ചെയ്യണം? മഴവെള്ള സംഭരണം നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ കുറേ ആളുകൾ, ഞാൻ ഇനിയിപ്പോൾ സത്യം പറയുന്നത് കുഴപ്പമില്ല, ഞാനിപ്പോൾ സിസ്റ്റത്തിന് വെളിയിലാണല്ലോ. കണ്ണൂരുള്ള ഒരു മുതലാളി ഈ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഈ സെക്രട്ടറി കർശനമായിട്ട് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? നേരെ തിരുവനന്തപുരത്ത് വച്ച് പിടിച്ചിട്ട് നിഷ്കളങ്കനായ, വളരെ സാത്വികനായ നല്ല നേതാവാണ് പാലോളു മധുക്കുട്ടി. വളരെ നല്ല നേതാവാണ്. കാരണം ഒരു പൈസ ഉണ്ടാക്കാത്ത മനുഷ്യനാണ്.
ആ മനുഷ്യനെ സ്വാധീനിച്ച് ഇനി അതിനേക്കാൾ നിഷ്കളങ്കനും വളരെ മാന്യനുമാണ് SM വിജയാനന്ദ എന്ന് പറയുന്ന IAS ചീഫ് സെക്രട്ടറി, എന്തിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി. വളരെ മാന്യരാണ് രണ്ടുപേരും, ഒരു ഇതിലും വീഴുന്നവരല്ല. അവരെ സ്വാധീനിച്ച് വേറെ തീരുമാനം കൊടുപ്പിച്ചിട്ട് ഈ 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് എത്രയാക്കി? 2000 ആക്കി. അയാളുടെ ഒരു വാശിയാണ്. ആയിക്കോട്ടെ, 2000 ആക്കി. 2004 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടോ കെട്ടിടമോ ഫ്ലാറ്റോ വയ്ക്കുന്നവർ മഴവെള്ളം സംഭരിക്കണം. 2004 കഴിഞ്ഞിട്ടിപ്പോൾ 22 വർഷമായി. തിരുവനന്തപുരത്ത് സന്ദീപ് തന്നെ കേരളത്തിൽ സഞ്ചരിക്കുന്ന ആളാണല്ലോ. എത്ര വീട്ടിലാണ്, എത്ര കെട്ടിടങ്ങളിലാണ്, എത്ര ഫ്ലാറ്റിലാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങോ ഗ്രൗണ്ട് വാട്ടർ റീചാർജോ മെഷേഴ്സ് ഉള്ളത്? പല വീടുകളിലും ഞാൻ 1-2 ചില വീടുകളിൽ കണ്ട പക്ഷേ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. അന്ന് സാർ ഈ പറഞ്ഞ സമയത്ത് എന്തോ വെച്ചതാണ്. അത് പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പല വീടുകൾ, ഒരുവിധപ്പെട്ട വീടുകളൊന്നും ഒന്നുമില്ല. അപ്പം ഞാൻ വീട് വയ്ക്കാൻ സമയം, ഞാൻ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്താണ്, ഞാൻ വീട് വയ്ക്കാൻ സമയത്ത് കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിളിച്ച് ഞാൻ ചോദിച്ചു, എനിക്കൊരു മഴവെള്ള സംഭരണി വേണം, നിങ്ങൾ ആരെങ്കിലും കൂട്ടാ? അതൊക്കെ വലിയ എളുപ്പമല്ലേ സാറേ, മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടാക്കാം, എഞ്ചിനീയറോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പറയാം. അപ്പോൾ പറഞ്ഞു അത് ഭൂമിക്കടിയിലാണ് കംപ്ലീറ്റ്, കാണാനും നോക്കൂല. അപ്പോൾ ശരിയാണ്, ഭൂമിക്കടിയിലാണെങ്കിൽ പിന്നെ കാണുന്ന കാര്യം പാടല്ലേ വീട്ടിൽ ചെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് അവിടെ നിന്ന് ഉപദേശിക്കുകയാണ് ഒരാൾ, ഇപ്പോൾ അയാൾ മാറിക്കാണും, റിട്ടയർ ആയിക്കാണും. സാർ എന്തിനാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്? ആ പ്ലാൻ വരച്ച എഞ്ചിനീയറോട് പറഞ്ഞാൽ 10-500 കൊടുത്താൽ നമുക്ക് നമ്പർ ഇട്ട് കിട്ടുമെന്നേ. സാറ് 10,000-20,000 കൊടുത്ത് എന്തിനാണ് ഈ മഴവെള്ള സംഭരണി വയ്ക്കാൻ പോണത്? ഞാൻ പറഞ്ഞു, ഞാൻ 10-25 ലക്ഷം രൂപ കൊടുത്ത് വീട് വയ്ക്കുകയാണെങ്കിൽ അതിൽ ആ വീട്ടിൽ നിന്ന് വരുന്ന ബാലൻസ് വരുന്ന സിമൻറ്റും കമ്പിയും കണലും എല്ലാം കൂടെ ചേർത്ത് ഒരു ടാങ്ക് ഉണ്ടാക്കി അതിനകത്ത് മഴവെള്ളം പിടിച്ചാൽ എൻ്റെ നാട്ടിലെ പ്രളയവും കുറയ്ക്കാം, വെള്ളപ്പൊക്കവും കുറയ്ക്കാം, ഭൂഗർഭജലം കൂട്ടാം, എനിക്ക് മഴവെള്ളം കിട്ടും, എൻ്റെ നാട്ടിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആകും. പക്ഷേ എനിക്ക് കിട്ടിയ അഡ്വൈസ് എന്താണ്? ആവശ്യമില്ല, സാറ് കുറച്ച് പൈസ കൊടുത്താൽ. ഇന്ന് കേരളത്തിൽ ഞാൻ വളരെ ആധികാരികമായിട്ട് പറയണം, 2004 ശേഷം 22 വർഷമായി ഒരു പഞ്ചായത്തിലോ ഒരു കോർപ്പറേഷനിലോ എന്ത് സ്ട്രിക്റ്റ് അല്ല, മഴവെള്ള സംഭരണം സ്ട്രിക്റ്റ് അല്ല. ആ ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പറ്റാത്ത നമ്മളാണ് വലിയ കാര്യങ്ങളെക്കുറിച്ച് വാചോടിക്കുന്നത്. തിരുവനന്തപുരം ആമയഴിഞ്ഞാൻ തോട്, ഞാൻ തിരുവനന്തപുരം ഫ്ലഡിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. ആമയഴിഞ്ഞാൻ തോട് വെറുതെ പഠിച്ചതല്ല, സർക്കാരിന് വേണ്ടി പഠിച്ചു കൊടുത്ത ആളാണ്. ആമയഴിഞ്ഞാൻ തോട്ടിലെ മാലിന്യ വാരിക്കളയാൻ നമുക്ക് എത്ര സമയം വേണം? എത്ര സമയം വേണമെന്നേ? എത്ര ദിവസം വേണമെന്നേ? ഞാനിപ്പോൾ ഒരു ലേഖനം എഴുതി, ഉടനെ അടുത്ത ദിവസം പത്രത്തിൽ വരും. ഞാൻ അതിനകത്ത് എഴുതിയ ഒരു സെൻറ്റൻസ് ഇതാണ്, അത് പത്രക്കാർ ഇടുമോയെന്ന് എനിക്ക്, എഡിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള എല്ലാവരും കൈലിയുമെടുത്ത് തോർത്തുമെടുത്ത് ഉടൻ തന്നെ കേരളത്തിൽ ഇറങ്ങണം. കേരളത്തെ വൃത്തിയാക്കണമെന്നേ. ഇത് സകല തോട്ടിലും മാലിന്യങ്ങളാണെന്നേ, സകല പുഴയിലും മാലിന്യങ്ങളാണ്, സകല നഗരങ്ങളിലും മാലിന്യമാണ്. ഇത് എവിടെ പോകും? വെള്ളം വന്നാൽ ഒഴുകിപ്പോകാനുള്ള കെട്ടിനിൽക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇല്ലാതാക്കി, കുളം വയൽ ഇതെല്ലാം നമ്മൾ ഇല്ലാതാക്കി. ഒഴുകിപ്പോകാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കുമോ? അതും കൊടുക്കൂല. അപ്പോൾ ഒഴുകിപ്പോകാനും നിങ്ങൾ സൗകര്യം തരൂല, കെട്ടിനിൽക്കാനും സൗകര്യം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെള്ളമായിട്ടെന്ന് ചോദിക്കുകയാണ്, മഴയാണെന്ന് വിചാരിച്ചോളൂ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റുന്നൊരു വഴി ഞാൻ ഉണ്ടാക്കും. ആ വഴി എന്ന് പറയുന്നത് ഭൂമിയിലെ ദുർബലമായി കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ ആയിരിക്കും ഞാൻ സഞ്ചരിക്കും. ഞാൻ വെള്ളമാണ്, എൻ്റെ ഊർജ്ജമുണ്ട്, കറണ്ടുണ്ട്, വെള്ളത്തിൽ കറണ്ടുണ്ടല്ലോ, അങ്ങനെയല്ല, കറണ്ട് ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെയല്ലേ. ഇത് ഞാൻ സഞ്ചരിക്കും, ഫോഴ്സിന് വരുമ്പോൾ ഞാൻ സഞ്ചരിക്കും. ഈ സഞ്ചാരത്തിൽ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ പട്ടണമായിരിക്കും, നഗരമായിരിക്കും, ഗ്രാമമായിരിക്കും, അങ്ങനെ ആയിരിക്കും. 1900 ഞാനിതെല്ലാം പറയുന്നതേ സന്ദീപേ, എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല ഞാൻ ചുമ്മാ വന്നിരുന്ന് തള്ളുന്നതല്ല. 1990 ഞാൻ എർത്ത് സയൻസിൽ ജോലി ചെയ്ത ആളാണ്, സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസ് ആക്കുളത്തിൽ. കേരളത്തിൽ 1000 പഞ്ചായത്തുകളിലും പഞ്ചായത്ത് വകുപ്പുടെ നിർമ്മാണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലാണ് ഞാൻ കൂടുതൽ ചെയ്തത്, കണ്ണൂരും കോഴിക്കോട്, പല ജില്ലകൾ, ബാക്കി 50 പേരുണ്ടായിരുന്നു എൻ്റെ സഹപ്രവർത്തകർ. അവരൊക്കെ ഇപ്പോൾ ഈ അജിത്തുണ്ടല്ലോ, IPS അജിത്ത്, ഇപ്പം DGP സ്ഥാനം കിട്ടാതെ, അജിത്തുമൊക്കെ അന്ന് പഞ്ചായത്ത് മാപ്പിങ്ങിൽ സയൻറ്റിസ്റ്റ് സ്റ്റാഫായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. പിന്നെയാണ് അദ്ദേഹം IPS കിട്ടിപ്പോകുന്നത്. അന്ന് 1000 പഞ്ചായത്തിലും കേരളത്തിൽ ഒരു 10 വർഷക്കാലം കൊണ്ട് പഞ്ചായത്ത് വകുപ്പുടെ നിർമ്മാണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തുകാരും അതെടുത്തൊന്നും ചെയ്തിട്ടില്ല. നീർത്തടാധിഷ്ഠിത വികസനം എന്ന് പറഞ്ഞ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, നദീതട പ്ലാനിങ്, അതാണല്ലോ കേരളത്തിന് വേണ്ടത്. കാരണം ഇത്രയും നദിയും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. 2000 കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിലും പ്ലാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ അതെടുത്ത് നോക്കിയിട്ടില്ല. ഇവർക്ക് വേണ്ട എന്താണ്? ഇവിടുത്തെ വികസനത്തിന് വേണ്ട എന്താണ്? ഞാൻ വീണ്ടും ആധികാരികമായിട്ട് പറയുകയാണ്. ഞാൻ എർത്ത് സയൻസിൽ, ലാൻഡ് യൂസ് ബോർഡിൽ, റിമോട്ട് സെൻസ് സെൻ്ററിൽ, പ്ലാനിംഗ് ബോർഡിൽ, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ജലനിധിയിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്ത ആളെന്നുള്ള നിലയിലാണ് പറയുന്നത്. നമുക്ക് വേണ്ട എന്താണ്? റോഡ്, പാലം, വലിയ കെട്ടിടങ്ങൾ. 1.
വികസനം അവിടെ അതാണ് വികസനം. രണ്ട്, സ്കൂളിന്റെ വികസനം എന്താണ്? ഇൻഫ്രാസ്ട്രക്ചറാണ്. പള്ളിക്കൂടത്തിൽ ടീച്ചർ പഠിപ്പിച്ചാലെന്ത്, കുട്ടിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാലെന്ത്, മലയാളം അറിഞ്ഞാലെന്ത്, എഴുതാനും വായിക്കാൻ അറിഞ്ഞാലെന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്ത്, കുട്ടി കഞ്ചാവ് അടിച്ച് തിരിഞ്ഞാലെന്ത്, കോൺ തിരിഞ്ഞാലെന്ത്, കുട്ടി സൈബറിൽ കേസല്ലായാലെന്ത്, കുട്ടി അല്ലെങ്കിൽ മൊബൈലിൽ എപ്പോഴും കളിച്ചാലെന്ത്, ഒന്നും കുഴപ്പമില്ല. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ ഇതെല്ലാം കാലാവസ്ഥയായിട്ട് വലിയ ബന്ധമുണ്ടെന്നേ. മനുഷ്യനെ നിയന്ത്രിക്കുക. കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഒന്നാമത്തെ ആളുകൾ, 2 ഉദ്യോഗസ്ഥർ, 3 കോൺട്രാക്ടർമാർ. ഈ 3 പേരും കൂടെയാണ് തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന്, നാട്ടിൽ എന്ത് വേണമെന്ന്. അപ്പോൾ കൺട്രാക്ടർമാരെന്ത് ചെയ്യും? അവർ ചെറിയ കൺട്രാക്ടർമാരും വലിയ കൺട്രാക്ടർമാരും എല്ലാം സർക്കാരിനെ സ്വാധീനിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ എടുക്കും. ആ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അശാസ്ത്രീയമായിരിക്കും. നമ്മളൊരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ ചടങ്ങിന് വേണ്ടി നടത്തും. പരിസ്ഥിതി ആഘാത പഠനം ഒരു ചടങ്ങിന് വേണ്ടി നടത്തും. ആ റിപ്പോർട്ടിൽ പറയണം ഒന്നും ചെയ്യൂല. ഇപ്പോൾ കള്ളാടിയിൽ എന്താ സംഭവിച്ചത്? 60 നിർദ്ദേശമാണ് വെച്ചിരുന്നത്. ആര്? എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കമ്മിറ്റിക്കാർ 60 നിർദ്ദേശമാണ് വെച്ചത്. 6 എണ്ണം പോലും അവിടെ ചെയ്തില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ അപകടം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ശാസ്ത്രീയ കാര്യങ്ങൾ ചെയ്യില്ല. പിന്നെ ഇനി വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കഥയുണ്ട്. എല്ലാവരും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മൾ കുറ്റം പറയാൻ പറ്റും. പക്ഷേ ഫാക്റ്റ് പറയാതെ പോകാൻ പറ്റത്തില്ല. 72 നമ്മൾ ലാൻഡ് യൂസ് ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി കേരള സർക്കാർ. ലാൻഡ് യൂസ് ബോർഡാണ്. ഇപ്പോൾ അത് ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. അത് വേറെ കാര്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആക്കാൻ പാടില്ലായിരുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ലാൻഡ് യൂസ് ബോർഡായിട്ട് തന്നെ നിൽക്കണമായിരുന്നു. ആ ലാൻഡ് യൂസ് ബോർഡ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് കേരളത്തിലെ ഭൂവിനിയോഗത്തിന് തീരം മുതൽ കാട് വരെയുള്ള പ്രദേശത്തിന് ഭൂവിനിയോഗം എന്ത് വേണമെന്നും എന്ത് കൃഷി ചെയ്യണമെന്ന്. ലോകത്തെല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. എന്ത് കൃഷി നമുക്ക് ഇഷ്ടമുള്ള കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തും പറ്റത്തില്ല. കൃഷി തീരുമാനിക്കണ ആരാണ്? കൃഷി വകുപ്പാണ് തീരുമാനിക്കണം നിങ്ങൾ എന്ത് കൃഷി ചെയ്യണമെന്ന്. അതിന് സബ്സിഡി തരുള്ളൂ, അതേ പറ്റുള്ളൂ. എത്ര വീട് വയ്ക്കണമെന്ന്, എത്ര പൊക്കത്തിൽ വീട് വയ്ക്കണമെന്ന്, ഏത് ടൈപ്പ് വയ്ക്കണമെന്ന് ഡിസൈൻ തരുന്നത് ആരാണ്? മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. അതായത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുള്ള സംവിധാനം. അതേസമയം പെയിൻറ്റ് ആയതുകൊണ്ട് നമുക്ക് വയ്ക്കാം, വളച്ച് വയ്ക്കാം, അതൊക്കെ വയ്ക്കാം. പക്ഷേ പ്ലിന്ത് ഏരിയ, ഹൈറ്റ്, ഇതൊക്കെ തരുന്ന എവിടെ നിന്നാണ്? ഡിസൈൻ തരുന്ന എഞ്ചിനീയർക്ക് തരാൻ പറ്റുമോ? അയാൾ പൈസ ഒന്നും വാങ്ങുന്ന ആളല്ല, അയാൾക്ക് തരാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ലാൻഡ് യൂസ് ബോർഡ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ സംസ്ഥാനത്തിൻ്റെ ലാൻഡ് യൂസിനൊരു പോളിസി ഉണ്ടാക്കുക, ലാൻഡ് യൂസ് എന്ത് വേണമെന്നൊരു കോഡ് ഉണ്ടാക്കുക, ഒരു അഗ്രോ ക്ലൈമാറ്റിക് സോൺ ഉണ്ടാക്കുക, കേരളത്തിൻ്റെ തീരം മുതൽ കാട് വരെയുള്ള പ്രദേശത്ത് എന്ത് ഭൂവിനിയോഗം, അത് കൃഷി മാത്രമല്ല, ഭൂമി എന്തിന് വിനിയോഗിക്കണമെന്ന് ജനങ്ങളെ അഡ്വൈസ് ചെയ്യാനും ഗവൺമെൻറ്റിന് അഡ്വൈസ് ചെയ്യാൻ വലിയൊരു ബോഡിയാണ്. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ എന്ന പദവി വെച്ചത്. ഈക്വൽ ടു ചീഫ് സെക്രട്ടറി റാങ്കാണ്. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ കുറച്ച് ഉദ്യോഗസ്ഥർ വന്നു. ഞാൻ ആരെയും കുറ്റം പറഞ്ഞു, ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണ്, കുറ്റം പറഞ്ഞത് ശരിയല്ല. അവരെല്ലാം കൂടി ഈ ബോർഡിൻ്റെ കൺസെപ്റ്റൊക്കെ അങ്ങ് പോയി. ഒരു പോളിസി ഉണ്ടാക്കിയില്ല. ഒരു അൽഫോൺസ് കണ്ണന്താനം അവിടെ ചെയർമാനായിരുന്നപ്പോൾ, അല്ല കമ്മീഷണർ ആയിരുന്നപ്പോൾ, പിന്നെ ആ ബോർഡിന് നമ്മൾ ഉപയോഗിച്ച് എങ്ങനെയെന്നറിയോ? ഗവൺമെൻറ്റുകൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം IAS ആയിരുന്നു അങ്ങോട്ട് പോകില്ല. ഉപയോഗിച്ചത് മുഹമ്മദ് റിയാസ് അടക്കമുള്ള, അൽഫോൺസ് കണ്ണന്താനത്തിനടക്കമുള്ള ഗവൺമെൻറ്റുമായി ദേഷ്യം വരുന്ന ഉടക്കുന്ന IAS ആരുണ്ടല്ലോ, സീനിയർ, അവർക്കുള്ളൊരു ലാവണമാണ് ലാൻഡ് യൂസ് ബോർഡ്. എത്രയോ കാലം അങ്ങനെ ആയിരുന്നു. പിന്നെ അത് നോൺ IAS ആയി ടെക്നിക്കൽ ആളുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇൻചാർജാണ്, വെളിയിൽ നിന്നാരെയും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ കേരള ഗവൺമെൻറ്റിന് തന്നെ. 591 സ്ഥാപനങ്ങൾ 19,000 കോടി രൂപ വാങ്ങുന്നു, പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് വന്നല്ലോ. നമ്മൾ ഓരോ സംവിധാനം, നിർമ്മിതി കേന്ദ്ര, ഞാൻ പോയി ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണ്, എനിക്ക് വേണ്ടപ്പെട്ട സ്ഥാപനമാണ്. പക്ഷേ നിർമ്മിതി കേന്ദ്രം എന്തിനാണ് ആനന്ദബോസ് ഉണ്ടാക്കിയത്? PJ ജോസഫിൻ്റെ കാലത്താണ്. എന്തിനാണ് നിർമ്മിതി കേന്ദ്രം ഉണ്ടാക്കിയത്? കേരളത്തിലെ ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ പ്രകൃതിക്ക് അനുയോജ്യമായ വീടുകൾ ചെയ്യാനാണ്. എന്ത് ഗവേഷണം അവിടെ നടന്നു? CV ആനന്ദബോസിന് വേറെ ചില ഇമ്മോറൽ ട്രാഫിക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കെൽട്രോൺ നമ്മൾ ചെയർമാൻ KPP നമ്പ്യാരെ ഇറക്കിയതുപോലെ നമ്മൾ കെൽട്രോണിന് അദ്ദേഹം എന്ത് സഹായം ചെയ്യുന്നു എന്നല്ല നോക്കിയത്. അതേ സ്ത്രീകളോട് സംസാരിക്കുന്നുണ്ടോ, അദ്ദേഹം പിന്നെ സ്ത്രീകളെ വെച്ചാണോ ഫയൽ നോക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് കൊല വിളിച്ചു. അവൾ CV ആനന്ദബോസ് മറ്റെന്തൊക്കെയോ ട്രാഫിക് ഉണ്ട്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ ആക്ഷേപമൊന്നും പറയുന്നില്ല ഇതിലെ കൂടെ. പക്ഷെ എന്തൊക്കെയോ അവിടുത്തെ യൂണിയൻകാരും ബഹളമൊക്കെ ഉണ്ടാക്കി പുള്ളി കളഞ്ഞിട്ട് പോയി. നിർമ്മിതി കേന്ദ്രം ഇന്നിപ്പോൾ കുഴപ്പമാണെന്ന് പറഞ്ഞ് വെള്ളാനയെന്ന് പറഞ്ഞാണ് സർക്കാർ എഴുതി വച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നൊരു സാധനമാണ് തെങ്ങും തടി. നമ്മൾ ഇതുവരെ പ്രയോജനപ്പെടുത്താൻ സാധനമാണ് തെങ്ങും തടി. സീസ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത് സാങ്കേതിക പദം. സീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാം? ഈ ഇരിക്കുന്ന ടേബിൾ, ഇതുണ്ടല്ലോ, ഇത് കോണിപ്പടി, ഫർണിച്ചർ, ജനൽ, 100 കണക്കിന് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാക്കാം? തെങ്ങും തടി. നമ്മളിവിടെ ഒരു മനുഷ്യ ചുള്ളക്കാരൻ പോലും എടുത്തുകൊണ്ട് പോകില്ല. വീട്ടിൽ തെങ്ങ് കടായി പോയാൽ അത് മുറിക്കണേന് വേറെ പൈസ കൊടുക്കണത്. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ചിലവ് കുറഞ്ഞ വീട് വയ്ക്കുക എന്ന് പറയും. ഈ ചിലവ് കുറഞ്ഞ വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൈസ കുറഞ്ഞ വീടെന്നുള്ള അർത്ഥത്തിലല്ല. ലോ കോസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മണൽ കുറഞ്ഞ വീട് വയ്ക്കുക, സിമൻറ്റ് കുറച്ച് മതി, മണൽ കുറച്ച് മതി,
പിന്നെ പെയിൻറ്റ് കുറച്ച് മതി. ഇപ്പം ഞാൻ വീട് വെച്ചിരിക്കുന്നു, ഹാബിറ്റാറ്റ് ശങ്കറാണ് എനിക്ക് വീട് വെച്ചിരിക്കുന്നത്. എനിക്ക് പുറത്ത് പെയിൻറ്റ് അടിക്കണ്ട. പെയിൻറ്റിൻ്റെ അടിച്ചുള്ള കുഴപ്പം എന്താണ്? 2 കുഴപ്പമുണ്ട്. ഒന്ന്, എനിക്ക് പൈസ വരും. രണ്ടാമത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനം അതല്ല, ഈ അന്തരീക്ഷത്തിൻ്റെ താപനില കൂട്ടുന്നതിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സിമൻ്റാണ്. രണ്ടാമത്തെ വില്ലൻ പെയിൻ്റാണ്. യവൻ ഈ ചൂടിനെ ഇങ്ങോട്ട് പിടിക്കുകയും പതുക്കെ റിലീസ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് പിടിക്കുകയും പതുക്കെ റിലീസ് ചെയ്യുള്ളൂ. സിമൻറ്റും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പകല് നന്നായി ടെറസ് ചൂടായി കിടക്കും, പക്ഷേ രാത്രി റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് രാത്രി പിന്നെ കുറേ കഴിയുമ്പോൾ തണുക്കുന്നത്. ഈ സിമൻറ്റ് ബിൽഡിംഗ് എല്ലാം കൂടി ഇത്രയും വെച്ചിട്ടിരിക്കുകയാണ്. കേരളത്തിൽ അവിടെ നല്ല കഥയാണ്. കേരളത്തിൽ ചരിഞ്ഞ മേൽക്കൂര എന്തിനാണ് അപ്പൂപ്പന്മാരൊക്കെ വെച്ചത്? സൂര്യപ്രകാശം ഇത്രയും വരുന്നത് കൊണ്ട് അതിൻ്റെ ആഘാതമേറ്റ് അതിവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കാതിരിക്കാനാണ്. നമ്മൾ എന്ത് ചെയ്തു? സായിപ്പിൻ്റെ നാട്ടിലുള്ള, അറേബ്യൻ നാട്ടിലുള്ള ടെറസ് മോഡൽ വെച്ചു. ഞാനും ടെറസ് മോഡൽ വെച്ചിരിക്കുകയാണ്. കുറച്ചേ ഉള്ളൂ ഞാൻ ഈ ചരിച്ച് വെച്ചിട്ടുള്ളത്, ബാക്കി ടെറസ് മോഡലാണ്. അതിന് സൗകര്യങ്ങളുണ്ട്, പക്ഷേ ആ സൗകര്യം കൊണ്ട് ഒരുപാട് അസൗകര്യം ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിക്കണം? കേരളത്തിന് അനുയോജ്യമായ എന്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല? ഇത് ഡെവലപ്പ് ചെയ്തില്ല. പഞ്ചാബിൽ ഇനി നല്ല തമാശയാണ്. ഇറിഗേഷൻ പ്രോജക്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. വാവനവർ ഇറിഗേഷൻ പ്രോജക്റ്റ് ഇല്ല, അങ്ങനെ പ്രോജക്റ്റ് ഇല്ല. ബാക്കി മറ്റേ പെരിയാർ വാലി ഇറിഗേഷൻ, പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റുകളുണ്ട്. പഞ്ചാബിലെ പ്ലെയിൻ ലാൻഡ് ആണല്ലോ, ഇതുപോലത്തെ റഗ്ഗഡ് ലാൻഡല്ല. ആ പ്ലെയിൻ ലാൻഡിലുള്ള ഇറിഗേഷനിൽ കൊണ്ടുപോകുന്ന അതേ പാറ്റേണിൽ നമ്മളിവിടെ ഇറിഗേഷൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. നമ്മൾ ഇറിഗേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് അതിന്റെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ വീടിന് മുമ്പിൽ കൂടെ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നില്ല. കേരളത്തില് വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് കൊണ്ട് കൃഷിക്ക് വെള്ളം കൊടുക്കാനാണ് എന്ത് പണിതത്? ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ. ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റിൽ നിന്നും വെള്ളം കൊടുക്കുന്നില്ല. പക്ഷേ പി ജോസഫ് സാർ മന്ത്രിയായിരുന്നപ്പോൾ കുടിവെള്ള ക്ഷാമം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇതിൽ ഡാമിൽ വെള്ളം തുറന്നുവിടും വേനലിലെന്ന് പറഞ്ഞു. അടുത്തുള്ള കിണറ്റിലൊക്കെ എന്ത് കൂടട്ടെ, സാറി പറഞ്ഞതാണ് കറക്റ്റ്. ഈ കല്ലട, കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെയാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ കനാല് പോകുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ആകെ ആവശ്യപ്പെടുന്നത് ഈ സാറ് പറഞ്ഞ സെയിം കാര്യം, വെള്ളം ഒന്ന് തുറന്നു വിടുക കിണറ്റിൽ വെള്ളം. ഇതിനല്ല ഡാം പണിതത്, ഈ കനാല് പണിത് അതിനല്ല. കിണറ്റിൽ വെള്ളം കൂട്ടാനല്ല കനാല് പണിതത് കൃഷിക്ക് വെള്ളം കൊടുക്കാനാണ്. അപ്പൊ എന്ത് ചെയ്തു? കൃഷിക്ക് വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ കനാല് പണിതതിന്റെ പർപ്പസ് വരായിരുന്നപ്പോൾ ആളുകൾ എന്തിലേക്ക് പോയി? കൃഷി മാറിപ്പോയി. ആളുകളെ കുറ്റം പറയരുത്. ഒരാളും ഞാൻ സോഷ്യലിസ്റ്റാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ അടക്കം പറയാണ്, കമ്മ്യൂണിസ്റ്റാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ ബസ് കാത്തിരിക്കുകയാണ്, ഒരു പർട്ടിക്കുലർ ടൈം ആയിട്ടും ബസ് വരുന്നില്ല, ട്രാൻസ്പോർട്ട് ബസ് വരുന്നില്ല. ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറി പോകും. അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് സഖാവാണ്, അതുകൊണ്ട് ഇനി പ്രൈവറ്റ് സർക്കാർ വണ്ടി വന്നാലേ ഞാൻ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ ഞാൻ ആട്ടോയിൽ കയറി പോകും, കാശുണ്ടെങ്കിൽ ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോകും. ഇതാണല്ലോ മനുഷ്യൻ. അപ്പോൾ കല്ലട ഇറിഗേഷൻ പോലുള്ള പ്രോജക്റ്റുകൾ നഷ്ടമായപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യാതിരുന്നപ്പോൾ ആളുകൾ എന്തിലേക്ക് പോയി? നെൽകൃഷിയിൽ നിന്നും മറ്റ് കൃഷിയിൽ നിന്നൊക്കെ മാറിയിട്ട് വെള്ളം കുറവുള്ള കൃഷികളിലേക്ക് തേടി, ലോങ് റേമിൽ വെള്ളം ആവശ്യമുള്ള കൃഷികളിലേക്ക് പോയി. ദൈനംദിനം വെള്ളം വേണ്ടാത്ത കൃഷികളിലേക്ക് മനുഷ്യർ മാറി. അപ്പോൾ അങ്ങനെ ഇത് ഒരു എന്താ പറയുക, ഒരു ചരിത്രം തന്നെ കേരളത്തിൽ. എനിക്കത് മനസ്സിലായി. നമ്മൾ വല്ലാണ്ട് നീണ്ടു പോകുന്നതുകൊണ്ടാണ് ഞാൻ സാറിന് ഇടപെടുന്നത്. അതായത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മഴവെള്ളം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മഴ പെയ്യുന്ന ഒരുപാട് വെള്ളം വരുന്നത് നമ്മളിത് മൊത്തത്തിൽ ഒഴുക്കിക്കളയാണ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഈ മഴവെള്ളം, സാർ നേരത്തെ പറഞ്ഞ പോലെ മഴവെള്ളം മൊത്തം ഒഴുക്കിക്കളയാണ്, നമുക്ക് ശല്യമാണ്. അതെ, നമുക്ക് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. പക്ഷേ നമ്മളിതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്ന പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളമില്ലാതെ വരുന്നൊരു സമയത്ത് നമുക്ക് ഈ വെള്ളം എവിടെയെങ്കിലും കുറച്ച് വെള്ളം വന്നിരുന്നെങ്കിൽ നമുക്ക് ആ വെള്ളം ഇവിടെ നമ്മുടെ കിണറ്റിൽ വെള്ളം നിറയുമായിരുന്നു എന്നൊക്കെ പറയാം. ശരിക്കും ഈ സ്പോഞ്ച് കേരള പോലെയുള്ള ഒരു പ്രോജക്റ്റ്, അതായത് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഒരുപാട് കാലം കഴിഞ്ഞു. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. 10-14 ലിറ്ററിൻ്റെ ടാങ്കുണ്ട്. തിരുവനന്തപുരത്തെ വീടുകൾ 10 ലക്ഷത്തോളം പോപ്പുലേഷനാണ്. എന്തായാലും കുറേ വീടുകളുണ്ടല്ലോ. ഈ എല്ലാ വീട്ടുകാരും ഒന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തമ്പാനൂരിലെ വെള്ളപ്പൊക്കോ എപ്പോൾ പകുതിയായെന്ന് ചോദിച്ചാൽ മതി. ഹോട്ടലുകൾ, എല്ലാ സ്ഥലവും എത്ര ടൺ വെള്ളമാണ്, എത്ര ലിറ്റർ വെള്ളമാണ് റോഡിലേക്ക് വരുന്നത്. അത് ഒന്ന്. പിന്നെ റോഡിൽ വരുന്ന വെള്ളം തന്നെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് റീചാർജ് ചെയ്യാം. അപ്പോൾ തമിഴ്നാട്ടിൽ ഭംഗിയായി ചെയ്തിട്ടുള്ളവരാണ് ഗ്രൗണ്ട് വാട്ടറിൽ റീചാർജ് ചെയ്യാം. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിലേക്ക് റീചാർജ് ചെയ്യുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുക, സ്പോഞ്ച് സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ ഓരോ തുള്ളി വെള്ളത്തെയും നമുക്ക് പ്രയോജനപ്പെടുത്തിയാൽ അടുത്ത വേനലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം കിട്ടും. നമ്മൾ ആലോചിക്കേണ്ട വളരെ രസകരമായ കാര്യം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോലെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, ഇത്രയും മഴ കിട്ടുന്ന തിരുവനന്തപുരത്ത് മഴയത്ത് കിംസിലും അവിടെ ഇവിടെയൊക്കെ ടാങ്കർ ലോറി വെള്ളം കൊണ്ടുപോകും. എന്തൊരു അപകാശിതമാണ്. ഇത്രയും വെള്ളമുണ്ട് അവിടെ, മഴയാണ്, നല്ല പെരുമഴയാണ്. പക്ഷേ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുപോയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടുത്തെ അപ്പുറത്തെ സ്ഥാപനം വർക്ക് ചെയ്യില്ല, മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യില്ല. എന്തുകൊണ്ട് ഈ മഴവെള്ളത്തെ നമുക്ക് ഭൂഗർഭജലത്തിൻ്റെ സ്രോതസ്സാക്കി മാറ്റാനും കിണറുകളുടെ
10-70 ലക്ഷം കിണറുകളുണ്ട്. അല്ല സാർ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെ സാർ പറഞ്ഞ പോലെ നമ്മുടെ തണ്ണീർത്തടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കുളങ്ങൾ, അതുപോലെ നമ്മുടെ വലിയ വലിയ ജലാശയങ്ങൾ പലതും നമ്മൾ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി, പലതും ചെറുതായി, പലതും ഇല്ലാതായി, പലതും നികത്തി, പല കുളങ്ങളും നികത്തി. കേരളത്തിലെ ഒരുപാട് കുളങ്ങൾ നികത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ മഴ പെയ്യുമ്പോൾ ഇത്രയും വലിയ വെള്ളം, ഇത്രയും കൂടുതൽ വെള്ളം നമുക്ക് വരുമ്പോൾ നമുക്കിതിനെ ശേഖരിച്ച് വെക്കാൻ ഇനി നമ്മുടെ ഈ ഇത്തരം സിസ്റ്റങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ തണ്ണീർത്തടങ്ങളും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പേസ് ഇല്ലാത്തതാണ് നമ്മളിപ്പം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രധാന പ്രശ്നം. തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരു പ്രശ്നം എന്താണ്? സർക്കാരിൻ്റെ പോളിസികൾ വളരെ പ്രധാനമാണ്. നമ്പർ 1. നമ്പർ 2, നിയമം വളരെ കർശനമാകണം. നമ്പർ 3, സബ്സിഡിയും ടാക്സും ഒക്കെ. ഞാൻ ഉദാഹരണം പറയാം. വീട്ടുകാർക്ക് ടാക്സിനും സബ്സിഡിക്കും ഇളവ് കൊടുത്താൽ ആ തുകയേക്കാൾ എത്രയോ കുറച്ച് തുക മതി ഈ പ്രളയത്തിന് വേണ്ടി ചിലവാക്കുന്ന തുക. പ്രളയ ദുരിതാശ്വാസത്തിന് ചിലവാക്കുന്നതിൻ്റെ പകുതി പൈസ പോലും വേണ്ട ഈ സബ്സിഡിയും പ്ലാനും കൊടുക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ന്യൂസ് 18 ഈ ചാനലിൽ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ വാർത്ത കണ്ട അമേരിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് വിളിച്ചതാണ്. സോഷ്യൽ മീഡിയ ഇതിൽ കണ്ട്, യൂട്യൂബിൽ മറ്റേ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു അവിടെയും മഴയാണ്. ഇവിടെ മഴയുള്ളതുകൊണ്ട് അവിടെയും മഴയാണ്. എന്നിട്ട് അവർ പുറം ഭാഗം എനിക്ക് കാണിച്ചു തന്നു, ആ വീഡിയോകൾ വാട്സപ്പ് കാളിൽ. അപ്പോൾ അവിടെയെല്ലാം പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ടൗൺ ഏരിയയിലാണ് അവർ താമസിക്കുന്നത്, അമേരിക്കയിൽ ന്യൂജേഴ്സിയിലോ മറ്റോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ടൗണിൽ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു 2 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ, അതായത് വീടിൻ്റെ 10% മറ്റോ ആണ്, ആ പറമ്പിൻ്റെ 10% 20% പുല്ല് വെച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ടാക്സ് ഹൈ ആണ്, പെനാൽറ്റി ഭയങ്കരമാണ്. ജർമ്മനിയിൽ മഴവെള്ളം സംഭരിച്ചില്ലെങ്കിൽ വലിയ ടാക്സാണ്. സോളാർ, അപ്പോൾ സോളാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോളാർ കിട്ടുന്ന സ്ഥലമാണ്. നമ്മളെന്തിനാണ് ഇത്രയും വൈദ്യുതിക്ക് ബഹളം ഉണ്ടാക്കുന്നത്? സോളാർ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്, പച്ചപ്പ്, ഗ്രീനിങ്, ഇതെല്ലാം ചേർക്കുന്ന ഗ്രീൻ ബിൽഡിങ്ങും ഗ്രീൻ റോഡുകളും ഒക്കെ വരേണ്ട സമയം എന്നോ അതിക്രമിച്ചു. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയിൽ എത്ര മരം മുറിച്ചു? എന്തേ ഒരു 10 മരം മുറിക്കുമ്പോൾ ഒരു 10 തൈ വയ്ക്കണം എന്ന് ഈ തലയിൽ ഓളമുള്ള ആർക്കെങ്കിലും ചിന്തിക്കാത്തെന്താ? ഇവിടെ മലേഷ്യയിലും സിംഗപ്പൂരിൻ്റെ സാങ്കി എന്ന് പറയുന്ന, സംഖ്യയല്ല കേട്ടോ, സാങ്കി എന്ന് പറയുന്ന വിമാനത്താവളമുണ്ട്. അവിടെ ലവ് ബേഡ്സിനെ പോലെ പ്രണയങ്ങൾക്കും അല്ലെങ്കിൽ പുതിയ കാമുകന്മാർക്കും വയസ്സായവർക്കും ആർക്കും ആവാം പോയി വെള്ളച്ചാട്ടം കാണാം. വിമാനത്താവളത്തിനകത്താണേ, പുറത്താണേ, വെള്ളച്ചാട്ടം കാണാം, ഹരിത പരിപാടികൾ എല്ലാം വെച്ചിട്ടുണ്ട്. അവിടുത്തെ സ്കൂളുകളും കോളേജുകളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ മിക്കവാറും ക്ലാസ് റൂമിൻ്റെ ചുവരുകളിൽ എന്തുണ്ട്? നല്ല ഗ്രീനിങ് ആണ് സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്, ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഗ്രീനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉള്ള ഗ്രീന് കൂടി അല്ല, അത് സാർ പറയുന്നത് ശരിയാണ്. ഈ പണ്ട് നമ്മുടെ ഈ ബൈപ്പാസ് പോകുന്നത് ഒരു കാലത്ത് തുടക്ക സമയത്ത് ബൈപ്പാസിന് 2 സൈഡും നിറയെ മരങ്ങളായിരുന്നു. അതായത് ഈ ബൈപ്പാസ് വഴി നടന്നു പോകുമ്പോൾ ഈ നമ്മൾ വണ്ടിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര തണലായിരുന്നു. ഈ ബൈപ്പാസ് ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോഴത്തേനും ബൈപ്പാസ് 6 വരിയൊക്കെ ആക്കി ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബൈപ്പാസ് വഴി പോകുന്നത് നമുക്ക് നല്ല കട്ട വെയിലത്ത് നമ്മൾ ഉരുകിയായിരിക്കണം പോകുന്നത്. എനിക്ക് സാറിൻ്റെ മനസ്സിലുണ്ടാവില്ലേ? സാർ എന്നെക്കാളും സീനിയറായിട്ടുള്ള ആളായപ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ പറയുന്ന പേര് അർബൻ ഹീറ്റ് സിൻഡ്രോം എന്നാണ്. നഗരങ്ങളിലെ താപദ്വീപുകളുണ്ടാവും. നഗരങ്ങളിൽ അർബൻ ഹീറ്റ് സിൻഡ്രോം, അർബൻ ഹീറ്റ് ഐലൻഡും ഉണ്ടാവും. ഇതെന്തുകൊണ്ടെന്നേ നമുക്ക് മാറ്റാൻ പറ്റാത്തത്? മലപ്പുറത്ത് ഒരു മരത്തിൽ കുറേ കിളികളിരുന്നു. പകലിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പോയി എല്ലാം കൂടെ മൂടോടെ മുറിച്ചപ്പോൾ കിളികൾ കുറേ ചത്തുപോയി. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ഇംഗ്ലീഷിൽ, ഒരു 4 മിനിറ്റുള്ള വീഡിയോ. എന്നിട്ട് നിതിൻ ഗഡ്കരിയുടെ PAക്ക് ഞാൻ അയച്ചു കൊടുത്തു, നമ്പറൊക്കെ എങ്ങനെ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട്. അങ്ങനെയാണ് നിതിൻ ഗഡ്കരി ഒരു ഓർഡർ ഇറക്കിയത്. എന്താണ്? ഈ പകൽ സമയം മരം മുറിക്കുമ്പോൾ, രാത്രി മുറിക്കരുത്, പകലേ മുറിക്കുമ്പോൾ അതിൽ കിളികൾ ഇരിക്കുകയാണെങ്കിൽ അത് സുരക്ഷിതമായി പറന്നു പോയതിന് ശേഷമേ എന്ത് ചെയ്യാവൂ? മുറിക്കാവൂ. അത്രയെങ്കിലും കോമൺ സെൻസ് നമ്മുടെ വികസനത്തിലില്ല സാർ. നമ്മൾ വികസനവും പരിസ്ഥിതിയും ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? സാർ അത് പറഞ്ഞപ്പോഴാണ്, ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തായാലും കഴിഞ്ഞ 10 വർഷത്തെ നമ്മൾ ഈ സാർ പറഞ്ഞ പോലെ വികസനങ്ങൾ ഒരുപാടുണ്ടായി. റോഡുകളുണ്ടായി, പാലങ്ങളുണ്ടായി, കെട്ടിടങ്ങളുണ്ടായി. പക്ഷേ അവിടെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടായില്ല, വെള്ളം ഒഴുക്കിക്കളയാനുള്ള സൗകര്യം ഉണ്ടായില്ല, വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള സൗകര്യങ്ങളുണ്ടായില്ല. ഇപ്പോൾ ഈ 10 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം ഓരോ സീസണിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സീസണിൽ നമ്മളിങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കേരളത്തിലെ ജനങ്ങൾ ഈ ദുരന്തങ്ങളെ ഒരു നോർമലൈസ് ആയിട്ട് കണ്ടു തുടങ്ങിയോ? അവർ വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ ഇനി ദുരന്തങ്ങളുടെ നാടാവും കേരളം, ഇനി നമുക്കിങ്ങനെ തന്നെ ജീവിച്ചു പോകാമെന്നായിരിക്കുമോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ ജനങ്ങളെ കുറച്ചൊന്ന് കുറ്റം പറഞ്ഞോട്ടെ. ഇന്നലെ റാന്നി ടൗണിൽ രാവിലെ 7 മണി ഞാൻ TV വെക്കുമ്പോൾ ഒരു ചാനലിൽ മധു എന്ന് പറയുന്ന, പഴകുളം മധു എന്ന് പറഞ്ഞ MLA തൂക്കുകയാണ്, ടൗൺ തൂക്കുകയാണ്. അപ്പോൾ തഹസിൽദാരോ 4-5 പേരേ ഉള്ളൂ. രാവിലെ 7 മണിയായില്ല. അപ്പോൾ അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു. ഞാനിപ്പോൾ ചാനലിൽ കൂടെ തന്നെ പറയണം, മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് കയറ്റിവിടണം. അവരോട് ആവശ്യമില്ല.
കാരണം അവരോട് രാവിലെ ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഈ മാസ്കും ഉറയും കൊടുത്ത് എല്ലാവരും മാസ്ക് ഉറയും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇത് ഫ്രീ ആണെന്ന് സർവീസ്. മുഴുവൻ പേരും പോയി. ഇത് നോക്കി നിൽക്കാനാണ് മലയാളി പഠിച്ചു വച്ചിരിക്കുന്നത്. അവരും നമ്മളുമൊക്കെ ശരിയാ. നമ്മുടെ വിചാരം ഈ നാടും പബ്ലിക് അസറ്റും ഇതെല്ലാം വേസ്റ്റ് ഡംപ് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും പറ്റിയ ഒരു നാടാണ്. ഇൻ ബിറ്റ്വീൻ ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ക്ഷേത്ര നഗരി, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്ര നഗരിയിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കൂടെ അവിടുത്തെ ഹോട്ടലുകളും അവിടുത്തെ വീട്ടുകാരും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനേജ്, അവരുടെ ഡ്രെയിനേജ് അതുപോലെ സെപ്റ്റേജും എല്ലാം കൂടെ ചേർത്ത് ഈ വെള്ളത്തിൻ്റെ കൂടെ ഈ പ്രളയത്തിൻ്റെ കൂടെ ഒഴുക്കി വിടും എന്നതാണ് ഞാൻ കേട്ടത്. സാർ ഈ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ഒരു ജസ്റ്റ് 100% നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ആ ക്ഷേത്ര നഗരിയുടെ പേര് പറയാത്തെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടം പോലെ അവിടെ പോകുന്നു. ക്ഷേത്ര നഗരിയുടെ പേര് പറയുന്നതിന് ഞാനിവിടെ പിന്നെ കർക്കിടക മാസമാണല്ലോ ഇപ്പോൾ, ഇനിയിപ്പോൾ എന്ത് വരും? പിതൃബലി വരുമല്ലോ. പിതൃബലിയുടെ സങ്കല്പം എന്താണ്? ഹിന്ദുക്കളുടെ പിതൃബലിയുടെ സങ്കല്പം എന്താണ്? പോയി നനഞ്ഞ തോർത്തോടുകൂടി പോയി ആദ്യം കുളിക്കണം, അപ്പം നനഞ്ഞ തോർത്തോടുകൂടി വന്ന് ബലിയിടണം. ബലിയിട്ട് പോയി ഇറങ്ങി തിരിഞ്ഞു നിന്ന് വെള്ളത്തിലിറങ്ങി നിന്ന് തിരിഞ്ഞു നിന്ന് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? മുങ്ങണം. തിരുവല്ലത്ത് നിങ്ങൾക്കിത് കേരളത്തിലെ ഏറ്റവും തെക്കൻ എന്താണ് കാശിയോ അല്ലെങ്കിൽ തെക്കൻ പരമശിവൻ്റെ വലിയ ക്ഷേത്രമല്ലേ പിതൃതർപ്പണത്തിന്. എത്ര പേരാ അവിടെ കുളിക്കുന്നത്? എത്ര പേരാ വെള്ളം തൊട്ട് തലയിലൊഴിക്കുന്നത്? പൈപ്പിലാണ് കുളിക്കുന്നത്. ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ നമ്മളെവിടെയാണ് എത്തി നിൽക്കുന്നത്? നമുക്ക് നാണമാവൂലേ? മലയാളിക്ക് നാണമാവൂലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ പിതൃതർപ്പണത്തിന് പോലുമുള്ള ഒരു കുളമോ നദിയോ തോടോ വൃത്തിയാക്കിയിടാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തവർ നമ്മുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം ഫ്ലഡ് വീണ്ടും പറയാണ്. തിരുവനന്തപുരം ഫ്ലഡിൻ്റെ ഭാഗമായി ഒരു ഏജൻസി, ഇപ്പോൾ ഏതെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അവർ ഔദ്യോഗികമായിട്ട് അവർ പറയട്ടെ, ഒരു ഏജൻസി പിന്നെ ഒരു സർക്കാരല്ല അല്ലൊരു ഏജൻസി മോഡൽ പ്രോജക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു വന്ന് എന്നെയും കൂടി എന്നെ സാങ്കേതികമായി സഹായിക്കാൻ വിളിച്ചു. അവിടെ ചെന്ന് നോക്കൂ നിങ്ങൾ, ഉപ്പിടാമ്പുള്ളി പാലം മുതൽ ഈസ്റ്റ് ബോട്ട് വരെ പോകുന്ന സ്ഥലത്ത് നദിയുടെ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, നദിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം, അവിടെ എന്ത് കൊടുത്തിരിക്കുകയാണ്? സർക്കാർ തന്നെ കോർപ്പറേഷൻ തന്നെ നമ്പറിട്ട് വീട് കൊടുത്തിരിക്കുകയാണ്, കട കൊടുത്തിരിക്കുകയാണ്, മത്സ്യം വിൽക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. ആ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഈ വേസ്റ്റ് എവിടെ അവർ ഇപ്പോഴത്തെ മത്സ്യം തിരുവനന്തപുരത്ത് വാങ്ങുന്നുണ്ട്, എല്ലായിടത്തും ഇപ്പോൾ അതാ സ്ഥിതി, കട്ട് ചെയ്ത് വാങ്ങിക്കും, കട്ട് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. ആ കട്ട് ചെയ്യുന്ന വേസ്റ്റ് ഞാൻ അവരോട് രഹസ്യമായിട്ട് ചോദിച്ചു, ചേച്ചി എവിടെ ഇടുന്നപ്പോൾ അവർ ചിരിച്ചു. കാര്യം അവരെവിടെയാണ് ഇടുന്നത്? ഒന്ന് തിരിഞ്ഞങ്ങ് പുഴയിലിടും. അപ്പോൾ ഇതാരാ പ്രതി? എന്നിട്ട് അവിടെയുള്ള പല വീടുകളിലെ സെപ്റ്റിക് ടാങ്കുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? തുറന്ന് എവിടെ വെച്ചിരിക്കുകയാണ്? പുഴയിലേക്ക് വെച്ചിരിക്കുകയാണ്. 2 സെൻറ്റ് 3 സെൻറ്റ് ആരം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മേയർ വന്ന ഉടനെ പറഞ്ഞു ഞങ്ങൾ ബാഴ്സലോണിയാക്കും, ലോകത്തിലെ 3 നഗരങ്ങളിലൊന്നാക്കും എന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. ഈ ആമഴിഞ്ഞാൻ തോടിൽ അയാൾ മരിച്ചിട്ട് ഒരാൾ മരിച്ചിട്ട് വർഷം 2.5 കഴിഞ്ഞില്ലേ? നമുക്ക് 3 തോട്ടിലെ മാലിന്യം വാരിക്കളയാൻ തിരുവനന്തപുരത്ത് ഒരു 5 തോട്ടിലെ, ഉള്ളൂർ തോടിലെയും പട്ടം തോടിലെയും ആമഴിഞ്ഞാൻ തോടിലെയും പാർവതി പുത്തനാറിലെയും പിന്നെ വേളിക്കായലിലെയും വേസ്റ്റ് വാരിക്കളയാൻ കഴിയാത്ത നമ്മളാണ് ലോകത്തെക്കുറിച്ച് വലിയ മാതൃക. സാറ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം, ഒരിക്കൽ വേളി പിന്നെ നമ്മൾ ടൂറിസ്റ്റ് വില്ലേജിനകത്ത് ആ ബീച്ചിൽ പോയപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 6 മണി 5 മണി കഴിഞ്ഞപ്പോൾ 5:30 6 മണിയോടുകൂടി അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ, അവിടുന്ന് ഇപ്പോൾ ഏത് ഏജൻസിയാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള വേസ്റ്റ് ഇപ്പോൾ അതുവഴി ഒഴുകി കടലിലേക്ക് വരും, നിങ്ങളിവിടെ നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ ചൊറിച്ചിലും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ പൊക്കോ എന്ന്. ഇനി നമ്മളെ ഓടിക്കാനാണോ പറഞ്ഞതെന്നറിയില്ല, അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല, പക്ഷേ അവർ പറഞ്ഞു വേസ്റ്റ് വെള്ളം ഇപ്പോൾ ഒഴുകി വരും വരും. ഈ തിരുവനന്തപുരത്തെ കോഴിക്കടകളിലെ വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ടായിടുന്നത്? ഇതെല്ലാം പുഴയെ കൊണ്ടിടും. അപ്പോൾ പുഴയ്ക്ക് എന്താ സംഭവിക്കുക? പുഴയുടെ കപ്പാസിറ്റി കൂടും. ഇപ്പോൾ പുഴ എന്ത് ചെയ്യും? നേരെ കൊണ്ട് കടലിലിടൂല്ല മാഷേ, ഇൻവേർഡും ലീവേർഡ് സൈഡുണ്ട് പുഴയ്ക്ക്. ഇൻവേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ പുഴ ഇങ്ങനെ ഒഴുകാനുള്ളതാണ്. ലീവേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കരയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഇത് കറക്റ്റ് ക്ലാസിക് എക്സാമ്പിൾ. ഇവിടെ ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് ഒഴുകി അങ്ങ് പോയിട്ട് ബാക്കി സൈഡിലോട്ട് എല്ലാ വേസ്റ്റ് എന്ത് ചെയ്യും? സൈഡിലോട്ട് ഇങ്ങനെ കയറ്റിക്കിട്ട് അതൊരു തിട്ട പോലെ ആക്കും. പിന്നെയും വെള്ളം വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാവോ? അതിന് ഒഴുകാൻ പറ്റില്ല. അത് ഇതിനെ കവിഞ്ഞ് അപ്പുറത്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ റൂം ഫോർ റിവർ തുടങ്ങുമെന്നൊക്കെ പിണറായി പോയി പറഞ്ഞ് 10 വർഷം മുമ്പ് പോയി പറഞ്ഞത്. ഒരു കാര്യമില്ലായിരുന്നു. അത് പിന്നെ വേറെ കഥയുണ്ട്. അതിൻ്റെ എന്തിനാണ് രാജാമണി അവിടെ കൊണ്ടുപോയതെന്ന് ഇപ്പം ഞാൻ ചാനലിൽ കൂടെ പറയുന്നില്ല, ഒരു മീഡിയ കൂടെ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്കാണ് ഇവിടെ നിന്ന് വിളിച്ച് നെതർലാൻഡ്സ് കൊണ്ടുപോയത്. അത് നടന്നുമില്ല, താല്പര്യം നടന്നുമില്ല. വെറുതെ ഡൽഹിയിൽ ഒരു പോസ്റ്റ് കൊടുത്തെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ താല്പര്യം നടന്നില്ല. ഞാനിതിവിടെ പറയുന്നില്ല, ഇപ്പം നാളെ കേസ് കൊടുക്കേണ്ട പുള്ളി. അപ്പം എന്താ സംഭവിച്ചത്? അവിടെ പോയി റൂം ഫോർ റിവർ എന്നും പറഞ്ഞു വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ മദ്രാസ് IITക്ക് പൈസ കൊടുത്തു, 4 കോടി രൂപ കൊടുത്തു, അവരോട് പഠിക്കാൻ പറഞ്ഞു, അവർ പഠിച്ച് റിപ്പോർട്ട് വന്നു. എവിടെ റിപ്പോർട്ട്?
ആ റിപ്പോർട്ട് ഞാൻ കിട്ടാനൊക്കെ നല്ല ശ്രമം നടത്തി. വലിയ പാടാണ് ആ റിപ്പോർട്ട് കിട്ടാൻ. എന്താണ് റിപ്പോർട്ട്? അപ്പം നമുക്ക് എന്താ സ്ഥിതി? നമ്മൾ എല്ലാ പുഴയുടെയും തീരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കയ്യേറിയിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിലൂടെ, തോടിൻ്റെ തീരങ്ങളിലൂടെ നമ്മൾ റോഡോ പാലമോ എന്തെങ്കിലും പണിത് വെച്ചിട്ടുണ്ട്. പണിതിന് ഞാൻ എതിരല്ല. പക്ഷേ നിങ്ങൾ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾ ഇല്ലാതാക്കി, പിന്നെ വെള്ളം എവിടെ പോകുന്നേ? അപ്പോൾ പ്രളയം ഉണ്ടാക്കും, ഉരുൾപൊട്ടലുണ്ടാക്കും, പിന്നെ പിന്നെ ഡിസീസസ്. നിങ്ങൾ നോക്കൂ, നമ്മൾ പലപ്പോഴും കളിയാക്കുന്നൊരു വിഭാഗമാണ് തമിഴ്നാട്ടുകാർ. അവരത്രയും കുളിക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും ഞാൻ പലപ്പോഴും അണ്ണാച്ചി വരാം, അവർ കുളിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയും, അത്രയും വൃത്തിയൊന്നുമില്ല എന്നൊക്കെ പറയും. പിന്നെ കളിക്ക് അവളേക്ക് അപ്പുറത്തോട്ട് ഇത്രയും ടൈപ്പ് പനി വരാത്തെന്താ? കർണാടകയ്ക്ക് അപ്പുറത്തോട്ട് ഇത്രയും ടൈപ്പ് പനി വരാത്തെന്താ? ഈ മൈസൂറിന് അപ്പുറത്തോട്ട് ഇത്രയും ടൈപ്പ് പനി വരാത്തെന്താ? കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവും കേരളത്തിൻ്റെ ലാൻഡും കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയറും കേരളത്തിൻ്റെ വാട്ടറും ആർക്ക് അനുകൂലമായി കൊണ്ടിരിക്കുകയാണ്? പുതിയ വാട്ടർ ബോൺ ഡിസീസിനും എയർബോൺ ഡിസീസിനും ലാൻഡ് ഫോം ഡിസീസിനും ആവശ്യമായ ഒരു ഇടമായി കേരളം മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയില്ല കൂടുതൽ, പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് കേരളം പ്രളയം വന്നാണോ ഇല്ലാതാകുന്നത്, ഉരുൾപൊട്ടൽ വന്നാണോ, അതോ ഈ മഹാമാരികൾ വന്നാണോ? നിപ്പയും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ ആ എബിലിറ്റി കുറയുന്നുണ്ടല്ലോ, ആ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കുറയുന്നുണ്ടല്ലോ. ഇത് വന്നിട്ടാണോ കേരളത്തിനകത്ത് കാര്യം പ്ലേഗ് വന്നത്? അതെ 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 തീർച്ചയായിട്ടും സാർ, അത് കറക്റ്റാണ് സാർ. നമ്മൾ സമയപരിമിതി പോലും നമ്മൾ അവസാനത്തെ 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഈ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രളയം അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം, കൊല്ലം 2 ജില്ലകളെ പലപ്പോഴും ഇത് ബാധിക്കാറുണ്ട് കാര്യമായിട്ട്. 12 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. 12 ജില്ലകൾക്ക് അവധി അല്ലെങ്കിൽ 12 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ ഇത് അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം? 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ബാധിക്കുന്നത് കരമന നദി, നെയ്യാറ്, കിള്ളിയാർ ഇതിൻ്റെ തീരങ്ങളിൽ ബാധിക്കാറുണ്ട്. അത് ബാധിക്കാറുണ്ട്. പിന്നെ പൊന്മുടി ഇടിഞ്ഞു വരാറുണ്ട്. ഇത്രയും ബാധിക്കാറുണ്ട്. ബാക്കി ബാധിക്കാത്തത് കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴയാണെന്ന് നമ്മൾ പറയുമ്പോഴും തിരുവനന്തപുരത്ത് 900 മില്ലിമീറ്റർ മഴയേ ഉള്ളൂ. മഴ കുറവാണ് ഇവിടെ. അതേസമയം വടക്കോട്ട് പോകും തോറും ഇങ്ങനെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ 5000 ലിറ്റർ വരെ ആവും. കിഴക്കോട്ട് പോയാലും മഴ കൂടി 5000 മുതൽ 6000 ലിറ്റർ വരെ ആവും. അപ്പോൾ ഇവിടെ മഴ സ്വാഭാവികമായിട്ട് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. അതിൻ്റെ ഒരു മെച്ചം തിരുവനന്തപുരത്തിനുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പിന്നെ വലിയ കുടിയേറ്റവും കയ്യേറ്റവും ഒന്നും തിരുവനന്തപുരത്തൊന്നും അങ്ങനെ കാട്ടിലൊന്നും സീരിയസ് ആയി നടന്നില്ല. കൂടുതൽ നടന്നിരിക്കുന്നത് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം പിന്നെ അങ്ങോട്ടുള്ള റീജിയനുകളിലാണ് കൂടുതൽ നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി കുറച്ച് സേഫാണ് ഇത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഞാൻ പ്രളയകാലത്ത് ഞാൻ ഇതുപോലെ വീഡിയോയിലൊക്കെ വരുമ്പോൾ, ചാനലിലൊക്കെ വരുമ്പോൾ എന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ വിളിച്ചായിരുന്നു. തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹത്തിന് വയസ്സായി, നാട്ടിൽ വരണം. അദ്ദേഹം എന്നോട്, സാർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്, സാർ എന്നെ ഒന്ന് സഹായിക്കും, ഞാൻ പൈസയൊക്കെ തരാം. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം, നിങ്ങളുടെ വിഷയം പറയൂ. അത് വാട്സപ്പ് കാളാണ്. അത് നിങ്ങൾ സാർ ഒരു കാര്യം ചെയ്യണം, തിരുവനന്തപുരത്തല്ല കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞു തന്നാൽ എനിക്ക് ടെൻഷനൊന്നും എടുക്കാൻ വയ്യ കേട്ടോ. പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കാം സാറെന്ന് പറഞ്ഞു. തിരിച്ച് നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാ ഇവിടെ കേരളത്തിൽ? പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പം പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ ഇപ്പം, അതാ ഞാൻ പറഞ്ഞു, നോർമലായി ഏത് നിമിഷം എവിടെയും എന്തും സംഭവിക്കാവുന്ന വളരെ മനോഹരമായ പ്രണയമഴയുടെ നാടായിരുന്നേ. പ്രണയമഴയാണ്, പവിഴ മഴയാണ്. മഴ നമ്മുടെ നൊസ്റ്റാൾജിയായിരുന്നു. ഇന്ന് മഴ നമ്മുടെ ഭീതിയാണ്, ഭീകരത. മഴ നമുക്കൊരു പേടിയാണ്. മഴ നമുക്ക് പേടിയാണ്. അപ്പം മഴ ഒരു പേടിയായ നാടായി നമ്മൾ മാറിയതിൽ ആഗോള അടിസ്ഥാനത്തിലുള്ള എൽനിനോ പോലുള്ള ലോകത്ത് നടന്ന ആഗോള താപനം പോലുള്ള കാര്യങ്ങളുമുണ്ട്. സാർ ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ മഴയുടെ സ്റ്റൈല് മൊത്തത്തിൽ മാറി. മഴ കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ പഴയ മഴയും പുതിയ മഴയും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മഴയുടെ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ, അല്ലെങ്കിൽ ഈ മഴ ഈ പ്രളയമാകുന്നതിൽ, അല്ലെങ്കിൽ മഴ വെള്ളപ്പൊക്കമാകുന്നതിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു, ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. പലരും കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ കാണിച്ചാണ് ചാനലിൽ, മണ്ണിനടിയിലേക്ക് ആൾക്കാർ കാലൊക്കെ പോകുന്നു, അവരെ കൈ മുകളിൽ വരുന്നവർ പിടിച്ചു പൊക്കുന്നു. ശരിക്കും ഈ ഒരു ദുരന്ത നിവാരണ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം, നമ്മുടെ ഈ ഒരു ദുരന്ത നിവാരണ സിസ്റ്റം അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പര്യാപ്തമാണോ? ഇപ്പം നിലവിൽ അവർ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ തരുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. ഞാൻ ഈ ദുരന്ത നിവാരണം എന്ന് പറയുന്ന വിഷയം ഔദ്യോഗികമായിട്ട് പഠിച്ചിട്ടുണ്ട്. സിലബസിൻ്റെ ഭാഗമായി പരീക്ഷയൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കാര്യമാണുള്ളത്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒന്ന്, ദുരന്തമുണ്ടാകുന്നതിനുള്ള തയ്യാറെടുപ്പ്.
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അസുഖങ്ങൾക്ക് പോലെ. തയ്യാറെടുപ്പ്. 2, ദുരന്തമുണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെന്ന് ഉണ്ടാക്കുന്ന രക്ഷാപ്രവർത്തനം. 3, ദുരന്തം കഴിഞ്ഞുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും. കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, പ്രളയം ഒക്കെ ഉണ്ടായി അതിൽ നമ്മൾ മാസ്റ്റർമാരായി. ഒരു പ്രളയം ഉണ്ടായാൽ ഉടൻ അവിടെ മന്ത്രി ചാനലിൽ വരും, ഉടൻ മന്ത്രി വരും, കളക്ടർ വരും, വില്ലേജ് ഓഫീസർ വരും, തഹസിൽദാർ വരും, സിസ്റ്റം മുഴുവൻ എവിടെ വരും? അവിടെ വരും. അവിടെ വരികയും എല്ലാ ചാനലുകളും അവിടെ വരും. എന്നിട്ട് അവർ പറയും, ഇതുവരെ മന്ത്രി വന്നിട്ടില്ല, ഉടനെ മന്ത്രി വരും. മുഖ്യമന്ത്രി ശ്രദ്ധിച്ചിട്ടില്ല, ഉടനെ മുഖ്യമന്ത്രി വരും. ഇതിനെ ടെൻഷനാക്കി നിർത്തി മുഴുവൻ സിസ്റ്റവും എവിടെ വരും? അവിടെ വരും. കുഞ്ഞു കാര്യം പോലും സെൻസിറ്റീവായിട്ട് വാർത്ത വരുമെന്ന് വിചാരിച്ച് എല്ലാവരും ആക്ട് ചെയ്യും, ജനങ്ങളും വരും. വേണ്ട ബഹളമാണ് അവിടെ. അതിൽ നമ്മൾ സക്സസ് ആണ്, മലയാളി സക്സസ് ആണ്, ഒപ്പമുണ്ട്, തർക്കമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു പാർട്ടുണ്ടല്ലോ, പുനരധിവാസം. കവളപ്പാറ എന്താ നമ്മൾ പുനരധിവസിപ്പിച്ചത്? ചൂരൽമലയിൽ 2 വർഷമായി. എവിടെയാ പുനരധിവാസം? എല്ലാവർക്കും വീട് വെച്ച് കൊടുത്തോ? ഇതുവരെ ഇല്ലല്ലോ. പുനരധിവാസത്തിൽ നമ്മൾ ഇപ്പോഴും ഇരുട്ട് തപ്പുകയാണ്. ഇനി 1-ാം ഭാഗം, അത് 2 ഭാഗം. 1-ാം ഭാഗമാണ് വളരെ രസകരം. മുന്നറിയിപ്പ് എന്ന് പറയുന്നു. ഇന്നും പലരും പറഞ്ഞിട്ടുണ്ട് മുന്നറിയിപ്പ് ശരിയല്ല. മുന്നറിയിപ്പ് ശരിയല്ല എന്ന് പറയാൻ കാര്യം എന്താ അറിയാവോ? സംസ്ഥാന അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴ പെയ്യൂല. പിന്നെ ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിലായി. റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്, ഗ്രീൻ അലർട്ട്. ഓറഞ്ച് അലർട്ട് മതി, നമ്മൾ റെഡ് അലർട്ടും കാത്തിരിക്കുകയാണ്. ഓറഞ്ച് അലർട്ടിന്റെ അർത്ഥം എന്താണ്? ബി പ്രിപ്പയർഡ്, തയ്യാറെടുത്തോളൂ, കുഴപ്പം വരും, വണ്ടി ബ്രേക്ക് പോയി, അതാണ് ഓറഞ്ച് അലർട്ട്. വണ്ടി ഇടിക്കുമ്പോൾ റെഡ് അലർട്ട്. അപ്പം നമുക്ക് ഓറഞ്ച് പിന്നെ വേറൊരു കുഴപ്പമാണ്, അതിനകത്ത് പ്രശ്നമുണ്ടോ ഈ കൊടുക്കുന്നതിൽ. ജില്ലയ്ക്കാകെയാണ് അലർട്ട്. അതെങ്ങനെയാണ് ജില്ലയ്ക്കാകെ മഴ വരുന്നുണ്ടോ? റാന്നിയിലല്ലേ വന്നോളൂ, ഈരാറ്റുപേട്ടയല്ലേ വന്നോളൂ, 2 ജില്ലയിൽ. ജില്ല മൊത്തം വന്നില്ലല്ലോ. അപ്പോൾ റീജിയണലൈസ് ചെയ്തിട്ടുള്ള മഴ മുന്നറിയിപ്പുകൾ വരേണ്ട കാലമായി. മഴ മുന്നറിയിപ്പ് ജില്ലയ്ക്ക് വന്നാലും റീജിയണലൈസ് ചെയ്തുകൊണ്ട് പ്രിക്കോഷൻ എടുക്കേണ്ട കാലമായി. ദുരന്ത പരിപാലനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ബഹളത്തിനപ്പുറം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മുടെ ദുരന്ത നിവാരണ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ട കാലമായി. ഇനി മറ്റൊരു പ്രധാന കാര്യം സന്ദീപ് സാറ് മാഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രളയമാകട്ടെ ഉരുൾപൊട്ടലാകട്ടെ അവിടെയെല്ലാം ഇപ്പോഴും നമ്മുടെ പരിപാടികൾ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ജില്ലാ കളക്ടറിലോ തഹസിൽദാരിലോ കിടന്ന് കറങ്ങുകയാണ്, റവന്യൂ വകുപ്പിൽ കിടന്ന് കറങ്ങുകയാണ്. പഞ്ചായത്ത് വകുപ്പ് എവിടെയാണ്? ഈ പഞ്ചായത്ത് രാജ് സംവിധാനം എവിടെയാണ്? അവരെ ജോലി എന്താണെന്നറിയാവോ? പിന്നെ മരുന്ന് കൊടുക്കുക, ക്യാമ്പ് തയ്യാറായി കൊടുക്കുക, ഭക്ഷണം റെഡിയായി കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. അല്ലാതെ അവിടെ ഒരു ദുരന്ത നിവാരണ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടോ പഞ്ചായത്തിൽ? ഒരു 100 പേരെ ഒരു പഞ്ചായത്ത് പഠിപ്പിച്ചാൽ, ഞാൻ പലപ്പോഴും പറയുന്നതാണ്, 100 പേരെ ഒരു പഞ്ചായത്ത് പഠിപ്പിച്ചാൽ 1,00,000 പേരെ പഠിപ്പിച്ചൂടെ? ആ 1,00,000 പേരിൽ ഒരു 100 പേര് ഞാൻ തിരിച്ചെടുക്കാം, താഴോട്ട് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. 100 പേര് ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 25 വാർഡുള്ള പഞ്ചായത്താണെങ്കിൽ 4 പേര്. 4 പേരിൽ 3 പേരും പുരുഷന്മാരായിരിക്കണം. ഇനി സ്ത്രീകൾ ബഹളം ഉണ്ടാക്കരുത് എന്നോട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കായികമായി കൂടെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. രാത്രിയൊക്കെ പോകാനൊക്കെ ഉള്ള 3 പേര് പുരുഷന്മാരായിരിക്കണം. അപ്പോൾ ഒരു 100 പേരിൽ 75 പേര് പുരുഷന്മാർ. അവരെ നന്നായി നീന്തലും മൗണ്ടനിയറിങ്ങും ഇതെല്ലാം പഠിപ്പിക്കണം. 2018 പ്രളയം വന്നപ്പോൾ നമ്മളെ കേരള സർക്കാർ പറഞ്ഞു എല്ലാ സ്കൂളിലും സിലബസിൽ എന്ത് കൊണ്ടുവരുമെന്ന്? നീന്തൽ കൊണ്ടുവരും. ആര് നീന്തി? ഇവിടെ റൂം ഫോർ റിവർ കൊണ്ടുവരും. എവിടെ വന്നു? അപ്പം നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അത് സാന്ദർഭികമായിട്ട് ഞാൻ പലവട്ടം പറഞ്ഞുകൊണ്ട് പറയാം. ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് കേരള സ്റ്റേറ്റിൻ്റെ, കേന്ദ്രത്തിൻ്റെ ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വന്നത് 2005 സുനാമി വന്നതിന് ശേഷമാണ്. ഇവിടെയും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ 72-75 സ്റ്റാഫുണ്ട്. അതിൽ 72 പേരെ ഒഴിച്ച്, ഇപ്പോൾ 72 നമ്മളെ കണക്ക് ഞാൻ പറയുന്നതെങ്കിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് എനിക്കറിയില്ല, 72 വയ്ക്കുക, ഞാനൊരു സാമ്പിൾ പറയുന്നു. 70 പേരും ആരാണ്? കരാർ ജീവനക്കാരാണ്, ചെറുപ്പക്കാരുമാണ്, സീനിയറായിട്ടുള്ള ഓഫീസർമാർ. പിന്നെ അല്ലാതെ ഒരു കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. പക്ഷേ 2 പേരാണ്. ഒരാൾ സെക്രട്ടേറിയറ്റിൽ നിന്നും വേറെ ആൾ, 2 പേരാണ് സ്ഥിരം. ഒന്നുകിൽ നിങ്ങൾ ഉള്ളവരെ സ്ഥിരപ്പെടുത്തൂ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ആളെ വയ്ക്കൂ. ഈ ഗവൺമെൻറ് ആളെ വേണമെങ്കിൽ വെച്ചോളൂ. കഴിഞ്ഞ 10 വർഷമായിട്ടും അത് സ്ഥിരപ്പെടുത്തിയില്ലല്ലോ അവരെ. ഞാൻ വെളിയിൽ നിന്ന് ആളെ വെക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ സിസ്റ്റം വർക്ക് ചെയ്യണ്ടേ? ജില്ലയിലെടുത്ത് നോക്കൂ, ഒരു ഡെപ്യൂട്ടി കളക്ടറും അതിൻ്റെ ഒരു ചെറിയ സംവിധാനം, ചെറിയൊരു ഓഫീസറും, അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? പഞ്ചായത്ത് അടിസ്ഥാനം നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു സംവിധാനമില്ല. ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ദുരന്ത നിവാരണ സംവിധാനം അടിമുടി പൊളിച്ചെഴുതണം, തീർച്ചയായിട്ടും, ഒരു തർക്കവും ഇല്ല. വേണ്ട സാർ, നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സമയം പരിമിതി മൂലമാണ് ഞാൻ പെട്ടെന്ന് നമുക്ക് നിർത്താമെന്ന് വിചാരിച്ചത്. അതായത് നമ്മൾ ഈ പറയുന്നത് പറഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ തടയാനൊന്നും പറ്റത്തൊന്നുമില്ല, അതിങ്ങനെ വന്നു പോകുന്നതാണ്. അതെങ്ങനെ നമ്മൾ തടയും എന്നൊക്കെയാണ് സ്ഥിരമായി നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ നമുക്ക് തരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. ശരിക്കും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ
അടുത്തൊരു 10 വർഷത്തെ, കാരണം നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ കഥയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അടുത്തൊരു 10 വർഷത്തേക്ക് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തടയാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇനി പ്രാക്ടിക്കലായുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ കഴിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല ചോദ്യമാണ്. നല്ല ഉത്തരവിൻ്റെ കിടപ്പുണ്ട്. കാരണം ആവേശം ഉണ്ടാക്കുന്നതിലാണ്. അതായത് സൂര്യൻ്റെ കറക്കം, ചൂട്, പ്രകാശം, വായു, ഭൂമിയുടെ കറക്കം, ഇതെല്ലാം, അതായത് ചലനം, കടൽ, വെള്ളം, കാറ്റ്, ഇതെല്ലാം ഉള്ളിടത്തോളം കാലം എന്തുണ്ട്? പ്രകൃതിക്ക് പ്രതിഭാസങ്ങളുമുണ്ട്. പ്രകൃതിക്ക് പ്രതിഭാസമില്ലാതെ ഒരു നിമിഷം പോലുമില്ല. ഒരു നിമിഷമില്ല. ഈ ഞാൻ സംസാരിക്കുന്നൊരു നിമിഷം പോലും പ്രകൃതിക്ക് ഡൈനാമിസം ഇല്ലാതെ ഇല്ല. ആ ഡൈനാമിസം ഉണ്ട്. അത് പിന്നെ ഹസാഡുകൾ ഉണ്ടാക്കും. അതിൻ്റെ ഫിനോമിന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ജലചക്രം വന്നുകൊണ്ട് കടലിലെ വെള്ളം മുകളിൽ പോയി താഴെ വന്ന് മഴയായി മഞ്ഞായി വീണ്ടും മുകളിൽ പോയി ജലചക്രം. കാർബൺ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാർബൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നൈട്രജൻ ഇങ്ങനെ കറങ്ങും. ഓക്സിജൻ കറങ്ങും. ഫോസ്ഫറസ് കറങ്ങും. സകല സാധനവും ചലനത്തിലൂടെ വെള്ളം ഖരമാവും, ദ്രവവും, വാതകമാവും. ഇങ്ങനെ ഇതിൻ്റെ ഒരു മാറ്റമാണ് പ്രകൃതി. അപ്പം ഇതൊന്നും ദുരന്തമല്ല. ഇതെല്ലാം പ്രകൃതിയുടെ ഫിനോമിനാസാണ്, പ്രതിഭാസങ്ങളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ദുരന്തമാവുന്ന എപ്പോഴാണ്? നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് സുനാമി ഉണ്ടാവുകയാണ്. ലോകം മുഴുവൻ സുനാമി ഉണ്ടാവുകയാണ്. എവിടെ? പല ആഴക്കടലുകളിലും. എന്തുകൊണ്ട് വാർത്തയാവുന്നില്ല? ആൾ മരിക്കുന്നില്ല. 2024 ചൂരൽമലയിലും മുണ്ടകയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിനേക്കാൾ വലിയ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് വിലങ്ങാട്, കോഴിക്കോട്. പക്ഷെ വിലങ്ങാട് വാർത്തയായില്ല. കാരണം ഒരാളെ മരിച്ചോളൂ. ഇവിടെ 100ഓളം പേര് മരിച്ചു. അപ്പോൾ ദുരന്തമാകാതിരിക്കാൻ പ്രതിഭാസങ്ങളുണ്ട്. ഉരുൾപൊട്ടലുണ്ട്, പ്രളയമുണ്ട്, എല്ലാം നോർമലാണ്. ഇനി ദുരന്തമാകാതിരിക്കാൻ, ദുരന്തങ്ങൾ കുറയ്ക്കാൻ മനുഷ്യന് കഴിയും. 100% കഴിയും. അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളില്ലാത്ത നാടിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പ്രകൃതി പ്രതിഭാസങ്ങളുള്ള നാടിനെക്കുറിച്ച് ചിന്തിക്കുക. പ്രകൃതി പ്രതിഭാസം വന്നാൽ അതിൽ ദുരന്തം കുറയ്ക്കുന്നതിന് വേണ്ടി മനുഷ്യർക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സമ്മപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ലീവ് വിത്ത് ഫ്ലഡ്, പ്രളയത്തോടൊപ്പം ജീവിക്കുക. ലീവ് വിത്ത് ഡിസാസ്റ്റേഴ്സ്, ഫിനോമിനാസ്, ഡിസാസ്റ്റർ ഞാൻ പറയുന്നില്ല, ഫിനോമിനാസ്, പ്രതിഭാസങ്ങളോടൊപ്പം ജീവിക്കുക. ലീവ് വിത്ത് നേച്ചർ, പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കാളവണ്ടി യുഗത്തിലേക്ക് പോവുക, ഒരു വികസനം വേണ്ട, നമ്മളിങ്ങനെ ഹരേ രാമ പാടിയിരിക്കണമെന്നല്ല. അങ്ങനെ വികസനമൊക്കെ വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഇതാരെ ഒപ്പിച്ചുകൊണ്ട് പോണതായിരിക്കണം? പ്രകൃതിയെ കൂടി ഒപ്പിച്ചുകൊണ്ട് പോകുന്ന, പരിസ്ഥിതിയെ കൂടി ഒപ്പിച്ചുകൊണ്ട് പോകുന്ന, പരിസ്ഥിതിയെ കൂടി മനസ്സിലാക്കുന്ന, ദുരന്തങ്ങൾ മനസ്സിലാക്കുന്ന, മഴ മനസ്സിലാക്കുന്ന, വേനൽ മനസ്സിലാക്കുന്ന, ആ കാലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അതിനനുസരിച്ച് മാനസികമായി തയ്യാറെടുക്കുന്ന. ഇപ്പം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളുകൾ പോകുന്നില്ലെന്നാണ് MLA-യുടെയും മന്ത്രിയുടെയൊക്കെ പരാതി. ക്യാമ്പുകളിലേക്ക്, അതും കൂടി ഒരു വാക്ക് പറഞ്ഞോട്ടെ ഇതിൻ്റെ ഇടയ്ക്ക്, നമ്മൾ എന്തായാലും സമയമെടുത്തു. ഇംഗ്ലണ്ടിൽ ദുരന്തമുണ്ടായാൽ ആളുകളെ മാറ്റുന്നത് നല്ല ഹോട്ടലുകളിലേക്കാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവിടുന്നത് സ്കൂളിലേക്കാണ്. ഒരു സൗകര്യം അവിടെ കാണും. ഇന്നലെ ഒരമ്മ, പിന്നെ അമ്മ പറയുന്ന ആരോ പറഞ്ഞിട്ടാണ് അമ്മ പറഞ്ഞത്, എന്നാലും ഒരു അമ്മ പറയാണ് ഗുളിക കിട്ടിയിട്ടില്ല. 4 ഗുളികയൊക്കെ കഴിക്കാനുണ്ട്, വീട്ടിൽ നിന്ന് ഗുളിക എടുക്കാൻ പറ്റില്ല, ഒരു ഗുളിക കൊടുത്തോളൂ. 4 ഗുളിക പുള്ളി കഴിക്കണം. ആ സമയത്ത് ഒരു ഗുളിയെ കൊടുത്തിട്ടുള്ളൂ. 4 ഐറ്റത്തിന് ഗുളിക കഴിക്കണം പുള്ളിക്ക് രാത്രി. പക്ഷെ ഒരു ഗുളിക കിട്ടിയുള്ളൂ. പുള്ളി ചത്തു പോകില്ലേ ചിലപ്പോൾ, അല്ലെങ്കിൽ അസുഖം വന്ന് പോകില്ലേ. അപ്പോൾ ഈ സൗകര്യങ്ങളില്ലാത്ത, അത് കാണുന്ന ഏതെങ്കിലും ഒരാൾ വീട്ടിൽ ഗുളിക വെച്ചിട്ട് ക്യാമ്പിന് പോകുമോ? അപ്പോൾ 2018 പ്രളയം വന്ന സമയത്ത്, ഇതിനോട് ചേർത്ത് ഞാൻ പറയാം, 2018 പ്രളയം വന്ന സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ, പള്ളികൾ, അവർ അതുപോലുള്ള സൗകര്യങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ അവർ പറഞ്ഞു ഞങ്ങൾ തുറന്നു തരാം. ഞാൻ പറഞ്ഞ തിരിച്ച് ചിന്തിക്കണം. ഇവിടെ റിസോർട്ടുകളുണ്ട്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, ലോഡ്ജുകളുണ്ട്. നിർബന്ധമായി അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം: പ്രളയവും വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആശ്വാസ ക്യാമ്പുകൾ ആളുകൾക്ക് ഞങ്ങൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കും, പൈസ തരത്തില്ല. ഈ നാടുണ്ടെങ്കിലല്ലേ ടൂറിസം ഉള്ളൂ സാറേ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാക്ടിക്കലി നമ്മളിത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാവട്ടെ, ദുരന്തങ്ങൾ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും ആൾക്കാർ ഈ ഒരു കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ മഴവെള്ളത്തിൻ്റെ കാര്യങ്ങളായാലും ശരി, ഒരുപാട് കാര്യങ്ങൾ അത് പ്രായോഗികമാക്കാൻ ആൾക്കാർ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.